എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം അംബേദ്കർ ഗാന്ധി സമന്വയം സാധ്യമോ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് സംസാരിക്കുന്നത്. ഒരർത്ഥത്തിൽ വളരെയധികം വിവാദാസ്പദമായ ഒരു വിഷയം കൂടിയാണ് ഈ അംബേദ്കർ ഗാന്ധി സമന്വയം എന്നുള്ളത്. പ്രത്യേകിച്ച് ഹിന്ദുത്വം ഹിംസാത്മകമായി നമ്മുടെ രാജ്യത്തെ, നമ്മുടെ സമൂഹത്തെ വിഴുങ്ങുമ്പോൾ ഇത്തരത്തിൽ പ്രത്യയശാസ്ത്രപരമായും അതുപോലെ തന്നെ സമൂഹത്തിൽ വളരെയധികം സ്വാധീനശക്തിയുള്ള ആശയങ്ങളെയും മഹത് വ്യക്തിത്വങ്ങളെയും വിഭജിക്കുന്ന രീതിയിലുള്ള സംവാദങ്ങൾ ആവശ്യമുണ്ടോ, അത് ചെയ്യേണ്ടതുണ്ടോ എന്നൊക്കെയുള്ള ചർച്ചകൾ ഉരുത്തിരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇത്തരമൊരു ചർച്ച അത്യന്താപേക്ഷിതമാണെന്ന് ഉള്ള നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയത്തിലേക്ക് കടക്കുന്നത്. അപ്പോൾ ആമുഖം എന്ന നിലയ്ക്ക് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ സമകാലിക പ്രതിസന്ധികളിൽ പരിഹാരമായും ഊർജമായും ചരിത്രത്തിൽ നിന്നും വേരുകൾ കണ്ടെത്തുന്നതിലൂടെ ചരിത്രത്തെ സദാ വർത്തമാനത്തിൻ്റെ ഉപാദാനമായും പ്രതീതിയായും വിലയിരുത്തുന്നവരുണ്ട്. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ, ചരിത്രത്തെ വർത്തമാനത്തെ പൂരിപ്പിക്കുന്നതിനുള്ള പ്രധാന ഉപാധിയായി പണ്ഡിതർ കണക്കാക്കുന്നു. ഒരു വേള ഭരണകൂട ശക്തികൾക്ക് ചരിത്രരചന തങ്ങളുടെ അധികാര സാധൂകരണത്തിൻ്റെ ഉപകരണമായി കലാശിക്കുകയും ചെയ്യുന്നു. മറ്റു ചിലർക്ക് തങ്ങളുടെ ആഖ്യാനങ്ങളുടെ സാധൂകരണത്തിന് ഉപകരണമായും ഈ ചരിത്ര ആഖ്യാനങ്ങൾ കലാശിക്കുന്നു. അപ്പോൾ അടിസ്ഥാനപരമായി ചരിത്ര വസ്തുതകൾ ആഖ്യാനങ്ങളെ സാധൂകരിക്കുന്ന സന്ദർഭത്തിലാണ് ചരിത്രരചന ശാസ്ത്രീയമായി മാറിത്തീരുക എന്ന് പറഞ്ഞുകൊണ്ടാണ്, ആമുഖമായി സൂചിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിലേക്ക് കടക്കുന്നത്. എന്തുകൊണ്ടാണ് അംബേദ്കർ ഗാന്ധി സമന്വയം എന്ന വിഷയത്തെ സംബന്ധിച്ച് ആലോചിക്കുന്നത് എന്ന് ചോദിച്ചാൽ, പൊതുവെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അംബേദ്കറേയും ഗാന്ധിയെയും ഒരുമിച്ച് വെച്ചുകൊണ്ട്, ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഇന്ത്യ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാം. കുറച്ചും കൂടെ മുന്നോട്ട് പോയാൽ മാർസിനെയും അംബേദ്കറേയും ഗാന്ധിയെയും ഇനി ആരെയൊക്കെ ചേർത്ത് വെക്കാൻ പറ്റുമോ അവരെ എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഇന്ത്യ നേരിടുന്ന എല്ലാ പ്രതിസന്ധികൾക്കും നമുക്ക് പരിഹാരം കണ്ടെത്താം എന്ന ചരിത്രവിരുദ്ധമായ ഒരാഖ്യാനത്തിലേക്ക് നമ്മുടെ സമൂഹം എത്തിച്ചേർന്നിട്ടുണ്ട്. അതിന് കേരളത്തിലും വലിയ സ്വാധീനം ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മാർസ്, ഗാന്ധി, അംബേദ്കർ ഇവരെ മൂന്ന് പേരെയും കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് വ്യാഖ്യാനിക്കുകയാണെങ്കിൽ ഇന്ത്യ നേരിടുന്ന, കേരളം നേരിടുന്ന എല്ലാ പ്രതിസന്ധികളും പരിഹരിക്കപ്പെടും എന്ന ആഖ്യാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ചേർത്തുവെക്കൽ രീതിശാസ്ത്രവും ആഖ്യാനവും ഉയർന്നു വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ചേർത്തുവെക്കൽ ചരിത്രപരമോ സത്യസന്ധമോ അല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അത് ഈ ചർച്ച മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ബോധ്യപ്പെടാവുന്ന കാര്യമേ ഉള്ളൂ. പ്രത്യേകിച്ച് ഗാന്ധിയെ സംബന്ധിച്ചും അംബേദ്കറെ സംബന്ധിച്ചും നമ്മൾ കുറേ ആഴത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെ നിലപാടുകൾ പ്രകാശവർഷം അകലെയാണ് നമുക്ക് ബോധ്യപ്പെടും. രണ്ടുപേരുടെയും ലോകവീക്ഷണം, രണ്ടുപേരുടെയും ഊന്നലുകൾ, സാമൂഹ്യനീതിയെ സംബന്ധിച്ച കാഴ്ചപ്പാടുകൾ, ഇങ്ങനെ പല തലങ്ങളിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അംബേദ്കറിൻ്റെയും ഗാന്ധിയുടെയും നിലപാടുകളിൽ ഒരുപാട് വ്യതിരിക്തതകൾ, ഒരുപാട് ആശയ സംഘർഷങ്ങൾ, ചരിത്രപരമായി ഉയർന്നു വന്ന ധാരാളം വിടവുകൾ ഒക്കെ തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ചോദിക്കും, ആ വിടവുകളൊക്കെ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതുണ്ടോ? നമ്മൾ വിടവുകളേക്കാൾ ഉപരിയായിട്ട് യോജിപ്പ് കണ്ടെത്തുകയല്ലേ വേണ്ടത് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇത്തരം വിഷയങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ എതിരഭിപ്രായമുള്ളവർ സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇത് സൂചിപ്പിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഒരു പ്രധാനപ്പെട്ട വിഷയം പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിലേക്ക് കടക്കാം. ഏത് വിഷയത്തെ പ്രതിയാണോ മഹാത്മാഗാന്ധി
സുദീർഘമായ സത്യാഗ്രഹം ഇരുന്നത് ആ പ്രശ്നം ഇന്ത്യയിൽ ഇന്നും അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ് നാം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. എന്തിൻ്റെ പേരിലാണോ, ഏത് വിഷയത്തെ അധികരിച്ചാണോ ഡോക്ടർ ബി.ആർ. അംബേദ്കർ മുന്നോട്ട് വെച്ച സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് എന്ന് പറയുന്ന ആശയത്തിനെതിരായി മഹാത്മാഗാന്ധി സുദീർഘമായ 45 ദിവസം സത്യാഗ്രഹം ഇരുന്നു. അംബേദ്കർ സൂചിപ്പിക്കുന്നുണ്ട്, ഇതുപോലെ മറ്റൊരു വിഷയത്തിൻ്റെ പേരിലും ഗാന്ധി ഒരു സുദീർഘമായ സത്യാഗ്രഹം ഇരുന്നിട്ടില്ല. അപ്പോൾ ഗാന്ധി എന്തിനെ എതിർത്തുകൊണ്ടാണോ സത്യാഗ്രഹം ചെയ്തത്, ആ വിഷയം ഇന്നുവരെ ഇന്ത്യയിൽ പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഭരണഘടനാ നിർമ്മാണ വേളയിൽ പോലും ഗാന്ധി എന്തിനെയാണോ എതിർത്തത്, അതിനെ തന്നെ ഭരണഘടനാ നിർമ്മാണ വേളയിലും അംബേദ്കർ ആശയം മുന്നോട്ട് വെച്ചപ്പോൾ ഗാന്ധിയന്മാർ സമ്പൂർണ്ണമായി പരാജയപ്പെടുത്തുകയാണ് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ത്യക്കാർ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ ആഴം ചരിത്രപരമായി 19-20 നൂറ്റാണ്ടുകളിൽ ആരംഭിക്കുന്നതാണ് എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ട അടിസ്ഥാനപരമായ വസ്തുത. അതുകൊണ്ട് നമുക്ക് ചേർത്ത് വെക്കാനൊക്കെ ചിലപ്പോൾ വളരെ എളുപ്പമായിരിക്കും. പക്ഷേ ആ ചേർത്ത് വെക്കലുകളിൽ ധാരാളം വിടവുകളും ധാരാളം മൗനങ്ങളും ധാരാളം അപശ്രുതികളും ധാരാളം ചരിത്രപരമായ പ്രതിസന്ധികളും ഉറങ്ങിക്കിടപ്പുണ്ട്. അത് അഗ്നിപർവ്വതത്തിൻ്റെ അടിയിലെ ലാവ പോലെ തിളച്ചു മറിയുന്നുണ്ട്. അതിനെ അഭിസംബോധന ചെയ്യാതെ ആ വിടവുകളെ മധുരം കൊണ്ട് അടയ്ക്കാമെന്ന് വിചാരിക്കുന്നത് ചരിത്രപരമായി ഇന്ത്യ നേരിടുന്ന ഈ പ്രതിസന്ധികളെ നാം അഭിസംബോധന ചെയ്യേണ്ടതില്ല എന്ന വിചാരത്തിൽ നിന്നാണ് ഉണർന്നു വരുന്നത് എന്നാണ് കരുതേണ്ടത്. അതുകൊണ്ട് ഇത്രയും ഞാൻ ആമുഖമായി സൂചിപ്പിച്ചുകൊണ്ട് ഈ വിഷയത്തിലേക്ക് കടക്കുകയാണ്. പക്ഷേ ഇതിനോടൊപ്പം ചേർത്ത് പറയേണ്ടത്, സുദീർഘമായ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ നയിച്ച വ്യക്തിത്വമാണ് മഹാത്മാഗാന്ധി എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളെ ഒക്കെ തന്നെ പരാമർശിച്ചുകൊണ്ടും അതിനെ അമൂല്യമായി കണ്ടുകൊണ്ടുമാണ് ഇത്തരം കാര്യങ്ങളെ ഇവിടെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. അത് കൂടുതൽ ഇതിൻ്റെ ഉപസംഹാരത്തിൽ ഞാനത് കൂടുതൽ വ്യക്തമാക്കാം. ആമുഖത്തിൽ ഇത്രയും സൂചിപ്പിച്ചു എന്ന് മാത്രം. ഞാനിവിടെ പരാമർശിക്കുന്നത് മുഖ്യമായി ഗാന്ധി അംബേദ്കർ സമന്വയവാദികൾ മുന്നോട്ട് വെക്കുന്ന വാദങ്ങളെ അഭിസംബോധന ചെയ്യാനാണ് ഈ പ്രഭാഷണത്തിൽ ഞാൻ ശ്രമിക്കുന്നത്. ധാരാളം വാദങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിലെ മുഴുവൻ വാദങ്ങളെ ഇവിടെ പരിശോധനയ്ക്ക് സാധ്യമാണോ എന്നെനിക്ക് സംശയമുണ്ട്, കാരണം സമയത്തിൻ്റെ അഭാവം നിമിത്തം. എങ്കിലും ഗാന്ധി അംബേദ്കർ സമന്വയവാദികൾ മുന്നോട്ട് വെക്കുന്ന സുപ്രധാനമായ വാദങ്ങളെ ഇവിടെ അഭിസംബോധന ചെയ്യാമെന്നാണ് കരുതുന്നത്. അതിലെ ആദ്യത്തെ വാദം ആത്മശുദ്ധീകരണവും സ്വയം പരിഷ്കരണവും എന്നാണ് ചർച്ച ചെയ്യുന്ന ആദ്യത്തെ പോയിൻ്റ്. അപ്പോൾ അംബേദ്കറെയും ഗാന്ധിയെയും സമന്വയിപ്പിക്കുന്നവരുടെ പ്രധാന വാദമാണ്, അംബേദ്കർ ദലിതരോട് ഗോമാംസം ഉപേക്ഷിച്ച് സ്വയം പരിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തത് ഗാന്ധിയുടെ ആത്മശുദ്ധീകരണം എന്ന തത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്നുള്ള വാദം. ആത്മശുദ്ധീകരണം എന്ന ആശയവും സ്വയം പരിഷ്കരണം എന്ന ആശയവും ഇവിടെ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. സവർണരുടെ ആത്മശുദ്ധീകരണത്തിലൂടെ അയിത്തം അവസാനിപ്പിക്കുക എന്ന ഗാന്ധിയൻ ദർശനത്തിൽ ദലിതർക്ക് യാതൊരു കർത്തൃത്വവുമില്ല. കൂടാതെ ഇത് ഔദാര്യപൂർവമായ യജമാനഭാവത്തെ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. കാരണം സവർണർ കൊടുക്കേണ്ട ഒന്നാണിത്, സവർണർ ചെയ്യേണ്ട ഒന്നാണ്. ദളിതർക്ക് ഇതിനകത്ത് യാതൊരു കർത്തൃത്വവും ഇല്ല. സ്വാതന്ത്ര്യം ലഭിച്ച് 7 പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഭരണരംഗത്തും അധികാരരംഗത്തും അക്കാദമിക മേഖലകളിലും ഇന്നും ദളിതർ നേരിടുന്ന അസ്പൃശ്യതയും പുറന്തള്ളലും തെളിയിക്കുന്നത് സവർണരുടെ ആത്മശുദ്ധീകരണത്തിലൂടെ ദളിത് ഉന്നമനം സാധ്യമാവില്ല എന്ന് തന്നെയാണ്. ആ ഉന്നമനം സാധ്യമായത് ഇന്ത്യയിൽ ഒരു ഭരണഘടന ഉള്ളതുകൊണ്ട് മാത്രമാണ്. ഈ ഭരണഘടന ഇല്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു ഇന്ത്യയിലെ ദളിതരുടെയും പിന്നോക്ക ജനവിഭാഗങ്ങളുടെയും സ്ത്രീകളുടെയൊക്കെ അവസ്ഥ എന്താണ് എന്ന് ആലോചിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും. അപ്പം ഈ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷമാണ് വലിയ രീതിയിലുള്ളൊരു മാറ്റം ഉണ്ടായത്. ദളിതരോടുള്ള അസ്പൃശ്യത ഒരു പരിധിവരെ അവസാനിപ്പിക്കാൻ കാരണമായത് ഇന്ത്യൻ ഭരണഘടന അയിത്തം നിയമം മൂലം നിരോധിച്ചത് കൊണ്ടാണ്.
എന്നിട്ട് പോലും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ സാമൂഹികമായും സാംസ്കാരികവുമായും ഈ അസ്പൃശ്യത ഇപ്പോഴും നിലനിൽക്കുകയാണ്. കഴിഞ്ഞ മാസമാണ് തമിഴ്നാട്ടിൽ റോഡിലൂടെ ദളിതർ ചെരുപ്പിട്ട് നടന്നത്. ജാതി മതിലുകൾക്ക് ക്ഷാമമില്ലാത്ത നാടാണ് ഇന്ത്യ. ഇങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. അപ്പം നിയമം മൂലം നിരോധിച്ചത് കൊണ്ടാണ് ഈ അസ്പൃശ്യത ഒരു പരിധിവരെ അവസാനിപ്പിക്കാൻ സവർണരെ പ്രേരിപ്പിച്ചത്. ഇത് സവർണർ സ്വയം ആത്മശുദ്ധീകരണത്തിലൂടെ അവസാനിപ്പിക്കേണ്ടതാണ് എന്ന ഗാന്ധിയൻ വാദം തീർത്തും പുരോഗമന വിരുദ്ധമായ ഒരു നിലപാടാണ് എന്നാണ് ഞാൻ വാദിക്കാൻ ആഗ്രഹിക്കുന്നത്. നിയമങ്ങളും ഭരണഘടനയും നിലനിൽക്കുന്നതിനാലാണ് ദലിതർ ഇന്നും സംരക്ഷിക്കപ്പെടുന്നത്. അത് കുറച്ച് ഒരു ഉദ്ധരണിക്കകത്താണ് ഞാനത് വാദിക്കുന്നത്. കാരണം ഭാരതീയ ന്യായ സംഹിത വന്നു കഴിഞ്ഞു, EWS വന്നു കഴിഞ്ഞു, ഇതെല്ലാം ഇപ്പോൾ ഭരണഘടനയുമായിട്ട് ഉൾച്ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ സൃഷ്ടികർത്താക്കൾ ഭരണഘടനയെ ഏതർത്ഥത്തിലാണോ വിമോചനാത്മകമായി ഭാവന ചെയ്തത്, അതിനെ സമ്പൂർണമായ ഹിന്ദുത്വ ശക്തികൾ ഒരു മൂഷകനെ പോലെ അതിൻ്റെ കാതലും കരളും എല്ലാം കാർന്നെടുത്ത് കഴിഞ്ഞു. അപ്പോൾ സവർണറുടെ ആത്മശുദ്ധീകരണത്തിൻ്റെ ബലമല്ല, മറിച്ച് സംവരണം ഉൾപ്പെടെയുള്ള പ്രാതിനിധ്യ അവകാശങ്ങളാണ് ഇന്നും ഒരു പരിധിവരെയെങ്കിലും ദളിത് ഉന്നമനത്തെ സഹായിക്കുന്നത്. ജനാധിപത്യത്തിൻ്റെ തത്വങ്ങളിലാണ് ദളിത് വിമോചനത്തിൻ്റെ ദർശനങ്ങൾ കുടികൊള്ളുന്നത് എന്നാണ് ഇത് ബോധ്യപ്പെടുത്തുന്നത്. ഗാന്ധിയൻ ആത്മശുദ്ധീകരണം സവർണർ ഏറ്റെടുത്തില്ല എന്നതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണങ്ങൾ ധാരാളമായിട്ട് ഇന്നും ഇന്ത്യയിൽ കാണാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ ആത്മശുദ്ധീകരണത്തിന് ശേഷം മതി കാര്യങ്ങൾ എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ദളിതരും പിന്നോക്ക ജാതിക്കാരും എവിടെ എത്താൻ പോകുന്നില്ല. സവർണർക്ക് ആത്മശുദ്ധീകരണം സംഭവിച്ചതിന് ശേഷം കാര്യങ്ങളെല്ലാം നടക്കുമെന്നുള്ള ഗാന്ധിയൻ സങ്കല്പങ്ങൾ ആണ് ഇപ്പോഴും നമ്മൾ പിന്തുടരുന്നതെങ്കിൽ ദളിതരുടെ അവസ്ഥ ഏറ്റവും ഭീകരമായ ദുരിതപർവം താണ്ടിക്കൊണ്ടേ ഇരിക്കുകയുള്ളൂ എന്നാണ് സമകാലിക യാഥാർത്ഥ്യങ്ങളെല്ലാം തന്നെ തെളിയിക്കുന്നത്. അതിന് പകരമായി നിയമം മൂലം, സാമൂഹികമായ അവബോധം മൂലം, ജനായത്ത സംസ്കാരം വന്നത് മൂലമാണ് ഇതിനൊക്കെ മാറ്റമുണ്ടായത് എന്നുള്ളതാണ് സമകാലിക അവസ്ഥകളെല്ലാം തന്നെ തെളിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ദലിതർക്ക് ഗാന്ധിയൻ ആത്മശുദ്ധീകരണത്തെക്കാൾ വിശ്വാസയോഗ്യമായിരിക്കുന്നത് ജനാധിപത്യ തത്വങ്ങളാണ്. ആ ജനാധിപത്യ തത്വത്തെയാണ് ഡോക്ടർ BR അംബേദ്കർ ഊട്ടിയുറപ്പിക്കാൻ ശ്രമിച്ചത്. ഗാന്ധിയുടെ ആത്മശുദ്ധീകരണ തത്വമല്ല അംബേദ്കറെ നയിച്ചത്. ദലിതരോട് സ്വയം പരിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തതിലൂടെ യാഥാസ്ഥിതിക പാരമ്പര്യ ഇന്ത്യൻ മൂല്യങ്ങൾ ഉപേക്ഷിക്കുക എന്നതാണ് അംബേദ്കർ ലക്ഷ്യമാക്കിയത്. അല്ലാതെ ഗാന്ധി പറഞ്ഞതുപോലെ ഗോമാംസം ഉപേക്ഷിച്ച് വെജിറ്റേറിയൻ ആകുക എന്ന ആശയമല്ല അംബേദ്കർ മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഗാന്ധി അംബേദ്കർ സമന്വയവാദികൾ പറയുന്നത് ഗാന്ധി ഗോമാംസം ഉപേക്ഷിക്കാൻ പറഞ്ഞു, അതുപോലെ അംബേദ്കറും ഗോമാംസം ഉപേക്ഷിക്കാൻ പറഞ്ഞു, രണ്ടുപേരും പറഞ്ഞത് ഒരേ കാര്യം, ആഹാ ബഹുരസം, കൊള്ളാം. ഇങ്ങനത്തെ ഒരു ആശയമല്ല അംബേദ്കറിൽ പ്രവർത്തിച്ചത്. ഗോമാംസം ഉപേക്ഷിക്കാൻ പറഞ്ഞതിലൂടെ ഗോമാംസ ഭക്ഷണം ഉപേക്ഷിക്കുക എന്ന ബ്രാഹ്മണ്യ ആശയമല്ല അംബേദ്കറിൽ പ്രവർത്തിച്ചത്. മറിച്ച് ചത്ത പശുവിൻ്റെ ശരീരം നീക്കം ചെയ്യുന്ന പാരമ്പര്യ തൊഴിൽ ഉപേക്ഷിക്കാനാണ് അംബേദ്കർ ദലിതരെ പ്രേരിപ്പിച്ചത്. കാരണം ചത്ത പശുവിൻ്റെ ശരീരം നീക്കം ചെയ്യുന്നത് ഒരു സാമൂഹ്യമായ പാരമ്പര്യ തൊഴിലായി ദലിത് ജനവിഭാഗങ്ങളിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിരുന്നു. ആ അടിച്ചേൽപ്പിക്കപ്പെട്ട സാമൂഹ്യ ചൂഷണത്തിൻ്റെ, പാർശ്വവൽക്കരണത്തിൻ്റെ ഹീനമായ തൊഴിൽ വ്യവസ്ഥ തന്നെ ഉപേക്ഷിക്കാനാണ് ഡോക്ടർ BR അംബേദ്കർ ആഹ്വാനം ചെയ്തത്. ഇത്തരമൊരു വാദം ഒരു കാലത്തും ഗാന്ധി പറഞ്ഞിട്ടേയില്ല. തോട്ടി എന്ന് നല്ല തോട്ടിപ്പണിക്കാരനായി ഇരിക്കുക, അതാണ് ഇന്ത്യയുടെ ഏറ്റവും മഹത്തായ ആശയം എന്നാണ് ഗാന്ധി പറഞ്ഞത്. അടിസ്ഥാനപരമായി ഇത്തരം സ്വയം പരിഷ്കരണത്തിലൂടെ സമ്പൂർണമായ ബ്രാഹ്മണ്യ മൂല്യ വ്യവസ്ഥയുടെ നിരാസമാണ് ഡോക്ടർ BR അംബേദ്കർ ലക്ഷ്യമിട്ടത്. ഇതിലൂടെ തുല്യ പൗര ശരീരങ്ങളായി ആധുനിക ജനാധിപത്യ മൂല്യ വ്യവസ്ഥയ്ക്ക് അനുസൃതമായ രീതിയിൽ പരിവർത്തിക്കാനാണ് അംബേദ്കർ ആവശ്യപ്പെട്ടത്. ഗാന്ധിയുടെ ആത്മശുദ്ധീകരണം എന്ന ആശയവുമായി അംബേദ്കറുടെ സ്വയം പരിഷ്കരണം എന്ന ആശയം ബഹുഘാതമകലെയാണെന്ന് ഇത് തെളിയിക്കുന്നു.
അംബേദ്കറുടെ ആത്മശുദ്ധീകരണം ജനാധിപത്യ മൂല്യങ്ങളുമായി താതാത്മ്യം പ്രാപിക്കുമ്പോൾ ഗാന്ധിയൻ ആത്മശുദ്ധീകരണവാദം പാപപ്രായശ്ചിത്ത ബോധ്യവുമായാണ് ആഴത്തിൽ ഇഴചേരുന്നത്. കാരണം അയിത്തവും അശുദ്ധിയും എന്ന് പറയുന്നത് ഒരു പാപമാണ് എന്ന സങ്കല്പത്തിലാണ് ഗാന്ധിയൻ വ്യവസ്ഥ ഊന്നിയിരിക്കുന്നത്. അപ്പോൾ ഈ പാപം തീരാൻ എന്ത് ചെയ്യണം? പ്രായശ്ചിത്തം ചെയ്യണം. അംബേദ്കർ അങ്ങനെ ഒരു പാപപ്രായശ്ചിത്ത വ്യവസ്ഥയ്ക്കകത്തല്ല ഇതിനെ കണ്ടത്. സവർണർ അവർണരോട് ചെയ്ത പാപത്തിൻ്റെ പരിഹാരമായ പ്രായശ്ചിത്തമായാണ് ഗാന്ധി ആത്മശുദ്ധീകരണത്തെ കണ്ടത്. അംബേദ്കർ ആവട്ടെ പരിഷ്കരണത്തെ ജനാധിപത്യ വ്യവസ്ഥയുടെ അനിഷേധ്യ ഭാഗമായും ദർശിച്ചു. അപ്പം എല്ലാവരും ചേർന്ന് ജനാധിപത്യത്തിൻ്റെ മാർഗത്തിലൂടെ സവർണരും അവർണരുമെല്ലാം ഒന്നുപോലെ പരിഷ്കരിക്കുന്ന ഒരു ജനായത്ത മാർഗത്തെയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ മുന്നോട്ട് വെച്ചത്. ഇതാണ് ഞാൻ ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്, മാറുന്ന ഗാന്ധി. എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് 20-ലെ ഗാന്ധി അല്ല 21-ലെ ഗാന്ധി, 21-ലെ ഗാന്ധി അല്ല 35-ലെ ഗാന്ധി, 35-ലെ ഗാന്ധി അല്ല 47-ലെ ഗാന്ധി. പിന്നെ മരിക്കുന്ന സമയത്ത് അദ്ദേഹം വേറൊരു ഗാന്ധിയാണ്. പല ഗാന്ധി ഉണ്ടായിരുന്നു. 100 ഗാന്ധിയുണ്ട്, 108 ഗാന്ധിയുണ്ട്, 1000 ഗാന്ധിയുണ്ട്, 10000 ഗാന്ധിയുണ്ട് എന്ന് പറയുന്ന ഈ അവതാരമൂർത്തിയായി ഗാന്ധിയെ പരികൽപ്പിക്കുക, അത് ഈ മറ്റൊരു രാമനാണ്. നിങ്ങൾക്കേത് രാമനെ വേണമെന്ന് ചോദിക്കും. നിങ്ങൾക്കേത് ഗാന്ധിയാണ് വേണ്ടത്? ഏത് ഗാന്ധിയെ വേണം? ഒരുപാട് ഗാന്ധിയുണ്ട്. നിങ്ങൾക്ക് പറ്റിയ ഗാന്ധിയെ തരാം, എടുത്തോളൂ. ഇതാണ് ഈ വാദമാണ് അടുത്തതായി പരിശോധിക്കുക. എങ്ങനെ ഗാന്ധി മാറി? ഗാന്ധി മാറിയോ? ഈ പ്രശ്നമാണ്. ജാതിയെ സംബന്ധിച്ച ഗാന്ധിയുടെ ബോധ്യങ്ങൾ നിരന്തരം മാറിക്കൊണ്ടിരുന്നു എന്നും 1935 കാസ്റ്റ് ഹാസ് ടു ഗോ എഴുതുമ്പോഴേക്ക് ജാതി പോകണമെന്ന ആശയത്തിലേക്ക് ഗാന്ധി എത്തിച്ചേർന്നു എന്നാണ് അംബേദ്കർ ഗാന്ധി സമന്വയവാദികൾ പൊതുവെ അഭിപ്രായപ്പെടുന്നത്. എന്നാൽ നിങ്ങൾക്ക് ആ പ്രബന്ധം ഓൺലൈനായിട്ട് വായിക്കാൻ കിട്ടും. കാസ്റ്റ് ഹാസ് ടു ഗോ എന്ന് പറയുന്നത് ജാതി പോകണം. പക്ഷേ അതിൻ്റെ ആദ്യത്തെ വാചകം തന്നെ വർണ്ണാശ്രമധർമ്മത്തിൽ ഞാൻ അഗാധമായി വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ജാതി പോകണമെന്ന് പറയുന്ന പ്രബന്ധം ആരംഭിക്കുന്നത്. അതാണ് അതിനകത്തെ ഏറ്റവും വലിയ രസകരമായ കാര്യം. വർണ്ണാശ്രമധർമ്മത്തെ വിശ്വസിച്ചുകൊണ്ട് എങ്ങനെ ജാതിയെ നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ കഴിയും? അതുകൊണ്ടാണ് സാക്ഷാൽ നാരായണ ഗുരുസ്വാമികൾ ഈ വർണ്ണാശ്രമ ധർമ്മ വ്യവസ്ഥയെ തന്നെ സമ്പൂർണമായി തിരസ്കരിച്ചത്. ഗാന്ധി മരിക്കുന്നത് വരെയും അദ്ദേഹത്തിൻ്റെ വർണ്ണാശ്രമ ധർമ്മത്തോടുള്ള വിശ്വാസം അദ്ദേഹം ഉപേക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് ചരിത്രപരമായ എല്ലാ വസ്തുതകളും തെളിയിക്കുന്നത്. 1936 അംബേദ്കർ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് പ്രസിദ്ധീകരിച്ച വേളയിൽ അതിശക്തമായ എതിർപ്പാണ് ഗാന്ധി പ്രകടിപ്പിച്ചത്. അതിലേക്കൊക്കെ ഞാൻ വരാം. അത് ഈ വിഷയം ഒന്ന് സൂചിപ്പിച്ചതിന് ശേഷം 36 ജൂലൈ 11 ഹരിജനിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ ഡോക്ടർ അംബേദ്കർ ഹിന്ദുമതത്തിനൊരു വെല്ലുവിളിയാണ് എന്ന് ഗാന്ധി എഴുതി. 36-ല 21-ലെ ഗാന്ധി 36 ആയപ്പോഴത്തേക്കും ഭയങ്കര പരിഷ്കരണം സംഭവിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ 36-ലും അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എഴുതിയ അംബേദ്കർക്കെതിരെ രംഗത്തെത്തിയത് ഗാന്ധിയാണ്. അദ്ദേഹം കുറിച്ചു, അംബേദ്കർ ഹിന്ദുമതത്തിന് വലിയൊരു വെല്ലുവിളിയാണ്. 1936 ജൂലൈ 18 ഹരിജനിൽ ഗാന്ധി ഇപ്രകാരം കുറിച്ചു: ജാതിക്ക് മതത്തിലൊരു കാര്യവുമില്ല. ജാതി ഒരു ആചാരമാണ്. അതിൻ്റെ ഉറവിടമേതെന്ന് എനിക്കറിയില്ല. എൻ്റെ ആത്മീയ വിശപ്പിൻ്റെ തൃപ്തിക്ക് അത് അറിയേണ്ട കാര്യമില്ല. പക്ഷേ ജാതി ആത്മീയവും ദേശീയവുമായ വളർച്ചയ്ക്ക് ദോഷകരമാണെന്ന് എനിക്കറിയാം. വർണ്ണവും ആശ്രമവും ജാതിയുമായി ബന്ധമില്ലാത്ത സ്ഥാപനങ്ങളാണ്. ഇതാണ് ഗാന്ധിയുടെ പോയിന്റ്. വർണ്ണവും ആശ്രമവും ജാതിയുമായി യാതൊരു ബന്ധവുമില്ല. നമ്മൾ ഋഗ്വേദം മുതൽ യജുർവേദം, സാമവേദം, അഥർവവേദം, മനുസ്മൃതി, യാജ്ഞവൽക്യ സ്മൃതി, ഇതിഹാസ പുരാണ പാഠങ്ങൾ എല്ലാം എടുത്ത് പരിശോധിച്ചാൽ വളരെ വ്യക്തമാണ്, ഈ വർണ്ണവും ആശ്രമവും തന്നെയാണ് ജാതി. വർണ്ണത്തിൽ നിന്നും ആശ്രമ വ്യവസ്ഥയിൽ നിന്നും വിമോചിക്കപ്പെട്ട ഒരു ജാതിയില്ല. ജാതി എന്ന് പറയുന്ന അടിസ്ഥാനപരമായി വർണ്ണവ്യവസ്ഥ തന്നെയാണ്. അത് ഗാന്ധിക്ക് അദ്ദേഹത്തിന് മരിക്കുവോളം അത് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ചരിത്ര യാഥാർത്ഥ്യം. വർണ്ണാശ്രമധർമ്മം എന്ന ആശയവും സാമൂഹ്യ വ്യവസ്ഥയും ജാതിയുടെ ശുദ്ധാശുദ്ധി ക്രമങ്ങളോടാണ് ബന്ധപ്പെട്ടിരിക്കുന്ന ചരിത്ര സത്യം ഇവിടെ ഗാന്ധി ദർശിക്കുന്നില്ല. 1925 വൈക്കത്ത് വന്ന ഗാന്ധി അയിത്തോച്ചാടനം
വർണ്ണാശ്രമധർമ്മ ഭഞ്ജനമല്ല, അത് മിശ്രഭോജനത്തെയോ മിശ്രവിവാഹത്തെയോ സൂചിപ്പിക്കുന്നുമില്ല എന്ന് പ്രസംഗിക്കുകയും ചെയ്യുന്നു. 1925 വൈക്കം സത്യാഗ്രഹ വേളയിൽ ബോട്ട് ചട്ടിയിൽ നടത്തിയ പ്രസംഗത്തിലാണ് ഗാന്ധി പറയുകയാണ്, അയിത്തോച്ചാടനത്തിന് എന്തുമായി ബന്ധമില്ല, മിശ്രവിവാഹവുമായോ മിശ്രഭോജനവുമായോ യാതൊരു ബന്ധവുമില്ല. പിന്നെന്താ, എന്ത് സാധനമാണ് അയിത്തോച്ചാടനം? അത് ഗാന്ധി വിശദീകരിക്കേണ്ടിയിരിക്കുന്നു. ജാതിയെ സംബന്ധിച്ച ഈ ധാരണയ്ക്ക് 30കളിലും യാതൊരു മാറ്റവുമില്ല എന്നാണ് അംബേദ്കറുടെ ജാതി നിർമ്മലനത്തോടുള്ള ഗാന്ധിയുടെ ഹരിജനിലെ പ്രതികരണങ്ങൾ സ്പഷ്ടമാക്കുന്നത്. 1934 ജനുവരി 17 കൂർക്കഞ്ചേരിയിൽ തീയന്മാരുടെ മംഗളപത്രത്തിനുള്ള മറുപടിയിൽ അയിത്തത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതി വ്യവസ്ഥ പിശാച് കെട്ടിയുണ്ടാക്കിയിട്ടുള്ള സ്ഥാപനമാണെന്ന് ഗാന്ധി പ്രസ്താവിക്കുന്നു. അതേ വേളയിൽ തന്നെ വർണ്ണാശ്രമധർമ്മം എന്ന നിലയിൽ പ്രത്യക്ഷപ്പെടുന്ന ജാതി വ്യവസ്ഥ ഒരു സനാതന നിയമമാണ് എന്ന് ഗാന്ധി മറയില്ലാതെ പ്രസ്താവിക്കുന്നു. അതിലേക്ക് വരാം. 1937 ജനുവരി 17 ഗാന്ധിയുടെ ശിവഗിരി പ്രസംഗം വായിക്കാം. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായ ഒരു തൊഴിലുണ്ട്. ഈ തൊഴിൽ ജാതിയല്ല. ഹിന്ദുമതത്തിൽ വർണ്ണം എന്ന പേരുകൊണ്ടാണ് അത് വിവരിക്കുന്നത്. നാം ഇന്ന് മനസ്സിലാക്കുന്ന അർത്ഥത്തിൽ വർണ്ണത്തിന് ജാതിയുമായി യാതൊരു ബന്ധവുമില്ല. ജാതി മനുഷ്യ നിർമ്മിതമായൊരു സ്ഥാപനമാണ്. അതിനെ നശിപ്പിക്കാനേ പറ്റൂ. നേരെ മറിച്ച് വർണ്ണം ഈശ്വര നിയമമാണ്. നാം അതിനെ നിരാകരിക്കുകയാണെങ്കിൽ നമുക്കത് ദോഷം ചെയ്യും. നാം അത് അംഗീകരിക്കുകയാണെങ്കിൽ നമുക്കതുകൊണ്ട് പ്രയോജനമുണ്ട്. ഇപ്പോൾ വർണ്ണാശ്രമ ധർമ്മവ്യവസ്ഥയെ അംഗീകരിച്ചാൽ നമുക്കെല്ലാവർക്കും പ്രയോജനമുണ്ടെന്നാണ് ഗാന്ധി 1937 ജനുവരി 16 ശിവഗിരി വന്ന് നടത്തിയ പ്രസംഗമാണ്. ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞത് ഇത് കൊറോണയെക്കാട്ടിലും കോവിഡിനെക്കാട്ടിലും ഭീകരമാണ് ഈ വർണ്ണാശ്രമധർമ്മം, അത് തുടച്ചു നീക്കണം എന്നുമാണ് ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞത്. അത് നാം ഓർക്കണം. കഴിഞ്ഞില്ല. ഈ വളരെ നീണ്ട പ്രസംഗമാണ്. എന്തായാലും ആ പ്രസംഗം മുഴുവൻ ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുന്നത് അതിലെ ഏതാനും ചില കാര്യങ്ങൾ മാത്രം പറയാം. ആശാരി, കൊല്ലൻ, കൊത്തൻ, തോട്ടി, അധ്യാപകൻ, പട്ടാളക്കാരൻ, അവർക്കെല്ലാം ഓരോ പ്രത്യേക തൊഴിലുണ്ട്. എന്നാൽ ആരും ആരെയുംകാൾ ഉയർന്നവനും താഴ്ന്നവനുമല്ല. ഇത് ഗാന്ധിയുടെ ഒരു ഫിലോസഫിയാണ്. ഇന്ത്യ ചരിത്രത്തിൽ എവിടെങ്കിലും ഇതുണ്ടോ എന്ന് നോക്കിയാൽ ഒരിടത്തും നിങ്ങളത് കാണില്ല. ഒരു തോട്ടിയെയും ആശാരിയെയും ബ്രാഹ്മണനെയും തുല്യമായി കാണുന്ന ഒരു വ്യവസ്ഥ ഇന്ത്യക്ക് അജ്ഞാതമാണ്. മതിലകം ഗ്രന്ഥവരിയിൽ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആശാരി പത്മനാഭനെ എഴുന്നള്ളിക്കുന്ന സമയത്ത് ശീവേലി ബിംബത്തിൽ തൊട്ടതിന് പ്രായശ്ചിത്തം ചെയ്തതായി പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗ്രന്ഥവരിയിൽ കാണാം. തൃപ്പൂണിത്തറ ക്ഷേത്രത്തിൽ ഒരു ഈഴവ സ്ത്രീ പ്രവേശിച്ച് പൂർണ്ണത്രയീശനെ തൊഴുതതിന് ക്ഷേത്രകാര്യദർശികൾ അവരെ പിടിച്ച് പുറത്താക്കുകയാണ് ചെയ്തത്. അപ്പോൾ ചരിത്രത്തിൽ പ്രവർത്തിക്കാത്ത ഒരു ഉട്ടോപ്യൻ സങ്കല്പം ഗാന്ധി അവതരിപ്പിക്കുക. ചരിത്രവുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. തമ്മിൽ ഇടപഴകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നാം എല്ലാ വർണ്ണങ്ങളുടെയും ഒരു സങ്കര സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് വിവിധ വർണ്ണങ്ങളിൽ നിന്ന് ഉച്ചനീചത്വത്തിൻ്റെ കറം നീക്കിക്കഴിഞ്ഞാൽ അതൊരു നിയമം മാത്രമല്ല, നമുക്ക് ഓരോരുത്തർക്കും പറ്റിയ തൊഴിൽ ചെയ്യാനുള്ള അവസരം വാഗ്ദാനം ചെയ്യുന്ന ഒന്നുകൂടിയായിത്തീരുന്നു. ഇപ്പോൾ വർണ്ണാശ്രമധർമ്മം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും പറ്റിയ തൊഴിൽ ചെയ്യാനുള്ള അവസരമാണെന്നാണ് ഗാന്ധി പറഞ്ഞു വെക്കുന്നത്. അതാണ് ഹിന്ദുമതം നമ്മെ പഠിപ്പിക്കുന്നത്. എല്ലാ യഥാർത്ഥ മതങ്ങൾക്കും ഞാൻ നൽകുന്ന വ്യാഖ്യാനം അതാണ്. ശുദ്ധവും കറയറ്റതുമായ ഹിന്ദുമതത്തിന് ഞാൻ നൽകുന്ന വ്യാഖ്യാനം അതാണ്. ഞാൻ മനസ്സിലാക്കിയതിൽ തെറ്റൊന്നുമില്ലെങ്കിൽ ഇപ്പറഞ്ഞ ആശയഗതിയോട് നാരായണ ഗുരു വിയോജിപ്പൊന്നും പ്രകടിപ്പിച്ചു കണ്ടില്ല. ആ വാചകമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 1937 ജനുവരി 16 ശിവഗിരിയിൽ വന്ന് നിന്നിട്ട് ഗാന്ധി പറയുകയാണ്, ഞാൻ ഈ പറഞ്ഞ ആശയത്തോട് നാരായണ ഗുരു എതിർപ്പൊന്നും പറഞ്ഞില്ല. എല്ലാം നാരായണ ഗുരു അംഗീകരിച്ചു. എല്ലാം അംഗീകരിച്ചു എന്നാണ് ഗാന്ധിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇനി എന്താണ് ഗുരു പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. മാവിലയുടെ ഉദാഹരണം പറയുന്നുണ്ട് ഗാന്ധി ചോദിക്കുകയാണ്, സ്വാമി, മനുഷ്യരെല്ലാം ഒന്നിനൊന്ന് ഭിന്നരല്ലേ? ഇതാ നോക്കൂ, ഈ മാവിൻ്റെ ഇലകളുടെ രൂപവും ആകൃതിയും പരസ്പരം ഭിന്നമായിരിക്കുന്നില്ലേ? ഉടനെ ഗുരുവിൻ്റെ മറുപടി, അങ്ങനെ പറയാമോ? ഈ മാവിൻ്റെ ഇലകൾ കാഴ്ചയിൽ ഭിന്നങ്ങളായിരിക്കാം, പക്ഷേ അവ ചവച്ച് നോക്കിയിട്ടുണ്ടോ? രസം ഒരേപോലെ ഇരിക്കുമല്ലോ. ഗാന്ധി, അതെ,
അതുപോലെ ഗുരുവിൻ്റെ മറുപടിയാണ്, അതുപോലെ മനുഷ്യർ തമ്മിൽ ആകൃതിയിലും പ്രകൃതിയിലും വ്യത്യാസം കണ്ടേക്കാം, പക്ഷേ ആന്തരികമായി അവർ ഒന്നാണ്, ബാഹ്യപ്രകൃതി കണക്കാക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. ഇനിയും ഈ വർണ്ണാശ്രമത്തെപ്പറ്റി എന്താണ് ഗുരു പറഞ്ഞത്? ബ്രാഹ്മണന് വായിൽ നിന്ന് പുറപ്പെടാൻ ഒരുവിധം സൗകര്യം കിട്ടിയിരിക്കും, ക്ഷത്രിയന് കയ്യിൽ നിന്ന് പുറത്തിറങ്ങാനുണ്ടായ സൗകര്യം എങ്ങനെ എന്ന് ഗുരു ചോദിച്ചു. വണ്ണ പിളർന്ന് പുറത്തു ചാടിയതായിരിക്കാമെന്ന് മറ്റൊരാൾ പറഞ്ഞപ്പോൾ ഗുരു ചിരിച്ചുകൊണ്ട് പറഞ്ഞത്, പുറത്തായിരുന്നില്ലേ കുറേ കൂടി സൗകര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചാതുർവർണ്ണയബദ്ധമായ വർണ്ണാശ്രമധർമ്മത്തെ നിശ്ചിതമായി വിമർശിക്കുകയായിരുന്നു നാരായണ ഗുരുസ്വാമികൾ ചെയ്തത്. തന്നെയല്ല, ഈ കവിരപരോ ബ്രഹ്മ, ഇതൊക്കെ ഗുരുവും SP പണിക്കരും തമ്മിലുള്ള സംഭാഷണത്തിൽ ഗുരു വ്യക്തമാക്കുന്നുണ്ട്. ബ്രഹ്മാവ് ഒരു കാലത്ത് പഞ്ചമുഖനായിരുന്നു, അതിലൊരു മുഖം ശിവൻ തല്ലി മുറിച്ചു കളഞ്ഞു. ആ അബദ്ധം പറ്റുന്നതിന് മുമ്പായിരിക്കാം ഇവർ ഉണ്ടായത്, അതായത് ചാതുർവർണ്ണയത്തിൽപ്പെട്ട ആളുകൾ ഉണ്ടായത്. ബ്രഹ്മാവ് ചതുർമുഖനായതിൽ പിന്നെ അതിൽ വല്ല കുറവുണ്ടായോ എന്നൊന്നും പിന്നെ പറഞ്ഞു കേട്ടിട്ടില്ല. എല്ലാം കവികളുടെ സൃഷ്ടി, കവിരപരോ ബ്രഹ്മ എന്നല്ലേ എന്ന് ഈ ചാതുർവർണ്ണയത്തെ അതിനിശ്ചിതമായി വിമർശിച്ചും പരിഹസിച്ചും തള്ളിക്കളയുന്ന ഗുരുവിനെയാണ് നാം കാണുന്നത്. തന്നെയല്ല, ഗാന്ധിയും ഗുരുവുമായിട്ടുള്ള സംഭാഷണത്തിൽ തന്നെ ഗുരു ഈ ചാതുർവർണ്ണയ സിദ്ധാന്തത്തെ സമ്പൂർണമായി തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഗാന്ധിയോട് സംസാരിക്കുന്നത്. പക്ഷേ ഇവിടെ ഗാന്ധി എന്താണ് ചെയ്യുന്നത്? ഗുരുവിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രസ്താവന നടത്തുന്നു. ആ ശിവഗിരി പ്രസംഗം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് വേണ്ടി വിധിക്കപ്പെട്ടിട്ടുള്ള മതം തുടരുകയാണ് വിധിക്കപ്പെട്ടിട്ടില്ലാത്തതിനെ പിന്തുടരുന്നതിനേക്കാൾ ശ്രേഷ്ഠം. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള മതം പിന്തുടരുന്നതാണ് വിധിക്കപ്പെട്ടിട്ടില്ലാത്തതിനെ പിന്തുടരുന്നതിനേക്കാൾ ശ്രേഷ്ഠം. ഈ വരി കേൾക്കുമ്പോൾ നമുക്കൊരു സാമ്യം തോന്നും. ഭഗവത്ഗീതയിലെ ശ്ലോകമാണ്, സ്വധർമ്മം നിധനോ ശ്രേയഃ പരധർമ്മോ ഭയാവഹ. സ്വന്തം ധർമ്മം അനുഷ്ഠിക്കുന്നതാണ് അന്യൻ്റെ ധർമ്മം സ്വീകരിക്കുന്നതിനേക്കാൾ നല്ലത്. എന്താണ് ഇതിൻ്റെ പച്ചയായ അർത്ഥം? തോട്ടിയുടെ ജോലി അയാളുടെ ജീവിതകാലം മുഴുവൻ തോട്ടിപ്പണി ചെയ്യുകയാണ് എന്നും അയാൾ ഒരിക്കൽ ബ്രാഹ്മണനാകാൻ മുതിരരുത് എന്നാണ് ഗാന്ധിയൻ ഫിലോസഫി പറഞ്ഞു വെക്കുന്നത്. അയാൾ നന്നായിട്ട് തോട്ടിപ്പണി ചെയ്യട്ടെ, ബ്രാഹ്മണൻ നന്നായി ദക്ഷിണ വാങ്ങിക്കട്ടെ, ദാനം ചെയ്യട്ടെ, യാഗം ചെയ്യട്ടെ. ഇതാണ് ആ ഫിലോസഫിയുടെ അടിസ്ഥാനം. പക്ഷേ അംബേദ്കർ ഗാന്ധി സമന്വയവാദികൾ ഇതൊന്നും കാണത്തേയില്ല. ആ സമയത്ത് ഈ അംബേദ്കർ ഗാന്ധി സമന്വയവാദികളുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ അവർ 360 ഡിഗ്രി ഗാന്ധിയിലേക്ക് ചാഞ്ഞു നിൽക്കും. ഗാന്ധി അംബേദ്കർ സമന്വയം എന്നൊക്കെ പറയും, പക്ഷേ ചായ്വ് കൂടുതലും ഗാന്ധിയിലേക്ക്, അംബേദ്കറിലേക്ക് ചായത്തേയില്ല. ഞാൻ ഉദാഹരണം പറയാതെ, രാമേന്ദ്ര ഗുഹ മുതലായ ആളുകൾ വലിയ പുരോഗമനകാരികളും വലിയ മതേതര ചരിത്രകാരന്മാരെന്നൊക്കെ പറയുന്ന ആളുകളാണ് രാമേന്ദ്ര ഗുഹ പ്രഭൃതികൾ. അതിലേക്കൊക്കെ വരാം. ഈ ഗാന്ധി സമന്വയവാദികളുടെ ചരിത്രപരമായ കാപട്യം അവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് തെളിയുന്നുണ്ട്. ഇനിയും 1934 ജനുവരി 17 ഗാന്ധിയുടെ കൂർക്കഞ്ചേരി പ്രസംഗം. ഞാനിതെല്ലാം ഉദ്ധരിക്കാൻ കാരണം കേവലമായി ഇവിടെ വന്ന് നിന്നിട്ട് ഒറ്റവാചകത്തിൽ അത് പറഞ്ഞു പോകാൻ പാടില്ല. ഞാൻ എല്ലാ വേദികളിലും പറയാറുള്ളൊരു കാര്യമുണ്ട്. ഈ മല്ലിനാഥൻ കാളിദാസൻ്റെ രഘുവംശത്തിനും കുമാരസംഭവത്തിനും വ്യാഖ്യാനം രചിച്ച മല്ലിനാഥൻ പറയുന്നത്, നാ മൂലം ലിഖ്യതേ കിഞ്ചിത് ന അനപേക്ഷിതമുച്യതേ. തെളിവില്ലാതൊന്നും പറയരുത്. നമ്മൾ പറയുന്ന എല്ലാ കാര്യത്തിനും തെളിവുകൾ വേണം. വസ്തുതയാണ് നമ്മുടെ ആഖ്യാനത്തെ സാധൂകരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ തെളിവുകൾ മുഴുവൻ ഇവിടെ അവതരിപ്പിച്ച് പരമാവധി പിൻവാങ്ങാം എന്നാണ് വിചാരിക്കുന്നത്. കൂർക്കഞ്ചേരിയിൽ തീയന്മാരുടെ മംഗളപത്രത്തിനുള്ള ഗാന്ധിയുടെ മറുപടി പ്രസംഗം വായിക്കുക. ഈ തീയന്മാരെന്ന് എടുത്തു പറയാൻ കാരണം, നാരായണ ഗുരുസ്വാമികൾ വൈക്കത്തെ സംബന്ധിച്ച് അമ്പലത്തിലേക്ക് ചാടിക്കടക്കണമെന്നും പാൽപ്പായസം കോരിക്കുടിക്കണമെന്നും ഒക്കെ പറഞ്ഞപ്പോൾ ഗാന്ധി നാരായണ ഗുരുവിനെ അഭിസംബോധന ചെയ്തത് തീയന്മാരുടെ ആധ്യാത്മിക ഗുരുവായ നാരായണ ഗുരു, തീയന്മാരുടെ ആധ്യാത്മിക ഗുരു. അദ്ദേഹം ഗാന്ധി ജാതിയെല്ലാം പോയി ഭയങ്കര ഒരു വലിയ ബിംബമായിട്ട് ഉയർന്നു നിൽക്കുക. പക്ഷേ ഗാന്ധി നാരായണ ഗുരുവിനെ കാണുന്നത് എങ്ങനെയാണ്? അത് തീയന്മാരുടെ ഒരു ആധ്യാത്മിക ഗുരു എന്നാണ്. ഈ ചരിത്രപരമായ കാഴ്ചപ്പാടിന് ഇപ്പോഴും മാറ്റം ഉണ്ടായിട്ടില്ല. ആരാണ് നാരായണ ഗുരു? അത് ഈഴവരുടെ ഗുരുവാണ്. നമുക്കെന്ത് കാര്യം? നമുക്ക് വേറെ ഗുരുവുണ്ട്, മറ്റവർക്ക് വേറെ ഗുരുവുണ്ട്. ഇങ്ങനെ ജാത തിരിച്ച് ഗുരുക്കന്മാരെ ആചാര്യന്മാരെ നമ്മൾ തരം തിരിച്ചിരിക്കുക. അതിൻ്റെ വേര് കിടക്കുന്നത് ഗാന്ധിയിലാണ്. 34 കൂർക്കഞ്ചേരി പ്രസംഗത്തിൽ ഗാന്ധി പറയുകയാണ്, ഉദ്ധരിക്കാം, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്,
വർണ്ണാശ്രമ ധർമ്മം എന്ന നിലയിൽ പ്രത്യക്ഷപ്പെടുന്ന ജാതി വ്യവസ്ഥ ഒരു സനാതന നിയമമാണെന്ന്. ഗാന്ധിയുടെ സനാതന പ്രേമം നോക്കണം, 34. അത് ലംഘിക്കുകയാണെങ്കിൽ നമുക്ക് അതുകൊണ്ട് അപകടം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സനാതന നിയമം ലംഘിച്ചാൽ അപകടം ഉണ്ടാവും. നമുക്കിനിയും പിടികിട്ടിയിട്ടില്ലാത്ത ഒട്ടേറെ പ്രകൃതി നിയമങ്ങളുണ്ട്. അസമത്വം പ്രകൃതി നിയമമാണെന്നാണ് ആരുടെ വാദം? ഗാന്ധിയുടെ വാദം. ഇപ്പം കേരളത്തിലെ സവർണ നാസ്തികന്മാർ ഇതേ വാദമാണ് മുന്നോട്ട് വെക്കുന്നത്. അസമത്വം പ്രകൃതി നിയമമാണ്. നമുക്ക് പിടികിട്ടിയിട്ടില്ലെന്ന് വെച്ച് അവ നിലവിലില്ലെന്നോ നമ്മുടെ ജീവിതത്തിൽ അവയ്ക്ക് പ്രസക്തിയില്ലെന്നോ പറഞ്ഞുകൂടാ. അസമത്വത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രസക്തിയില്ലെന്ന് പറഞ്ഞുകൂടാ. യുഗങ്ങൾക്ക് മുൻപെന്നോ ഒരിക്കൽ നമ്മുടെ പൂർവികന്മാർ വർണ്ണനിയമം കണ്ടുപിടിച്ചു. അതുകൊണ്ടാണ് സഹോദരൻ പറഞ്ഞത്, ഈ പൂർവികരുടെ കാര്യം പറഞ്ഞുകൊണ്ട് വർണ്ണ ബുക്കുകൾക്കും പൂർവികർക്കും ഒക്കെ അവരോടുള്ള നമ്മുടെ ഈ ഒരു വിനയവും വിധേയത്വം ഉണ്ടല്ലോ, അത് അവസാനിപ്പിക്കണമെന്നാണ് സഹോദരനയ്യപ്പം പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തിട്ടുള്ള മട്ടിലാണെങ്കിൽ അത് തികച്ചും പ്രയോജനപ്രദമായ നിയമമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏത്? വർണ്ണാശ്രമധർമ്മം പ്രയോജനപ്രദമാണെന്ന്. എന്നാൽ പ്രകൃതിയിലെ നിരവധി നിയമങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും സംഭവിച്ചിട്ടുള്ളതുപോലെ ഈ വർണ്ണ നിയമത്തിനും വൈകല്യം വരുത്തി തീർത്തു. ഇപ്പം ചെറിയ വൈകല്യമൊക്കെ അല്ലേ വന്നിട്ടുള്ളൂ, നമുക്കത് പരിഷ്കരിച്ച് വർണ്ണധർമ്മം നല്ലതായിട്ട് എടുക്കാമല്ലോ. ഇതാണ് ഒരു ലൈൻ. അങ്ങനെയാണ് അതിനെ നാം ഇന്ന് അതിഗർഹണീയമായ രൂപത്തിൽ കാണുന്നത്. മനുഷ്യൻ അത് എന്താണ് മനുഷ്യനെന്ന് ഗാന്ധി വിശദീകരിക്കുന്നുണ്ട്. ഹിന്ദുവായ മനുഷ്യൻ അതിനെ വികൃതമാക്കി, അയിത്തത്തിൻ്റെ കറ പുരട്ടി അതിൻ്റെ ബീഭത്സത ഇരട്ടിയാക്കി. വർണ്ണധർമ്മം ഒരു സാമ്പത്തിക നിയമമാണ്. ഗാന്ധിയുടെ വാക്കുകളാണ്. വർണ്ണധർമ്മം ഒരു സാമ്പത്തിക നിയമമാണ്. അതിപ്പോഴും തെറ്റാതെ ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. ആരാണ് ബിസിനസ് ചെയ്യുന്നത് നോക്കിയാൽ വളരെ വ്യക്തമാണ്. ആരാണ് മാധ്യമങ്ങൾ ഭരിക്കുന്നത് നോക്കിയാൽ വ്യക്തമാണ്. ആരാണ് എയ്ഡഡ് കോളേജുകളിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ട് ലക്ഷങ്ങൾ ശമ്പളം വാങ്ങിക്കുന്ന നോക്കിയാൽ വ്യക്തമാണ്. ദേവസ്വം ബോർഡിൻ്റെ 90% തസ്തികൾ ഇരിക്കുന്ന ആരാന്ന് നോക്കിയാൽ വ്യക്തമാണ്. ഇന്ത്യയിലെ ക്യാബിനറ്റ് സെക്രട്ടറിമാരിൽ ഭൂരിഭാഗം ആരാണെന്ന് നോക്കിയാൽ വ്യക്തമാണ്. വർണ്ണം ഒരു സാമ്പത്തിക നിയമമാണ്. ഇതാണ് ഗാന്ധിയുടെ ലൈൻ. ആ നിയമം ലോകം മുഴുവൻ അംഗീകരിക്കുകയാണെങ്കിൽ നമ്മുടെ ചുറ്റും നാം ഇന്ന് കാണുന്ന സംഘട്ടനങ്ങളെല്ലാം പൊടുന്നനവേ നിലയ്ക്കുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. KPMS ഈ രീതി സമരം ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ എന്നാണ് ഗാന്ധി ചോദിക്കുന്നത്. KPMS തിരുവനന്തപുരത്ത് ഹൈവേയിൽ ഇങ്ങനെ സമരം ചെയ്യേണ്ട കാര്യമുണ്ടോ? അവർ വർണ്ണധർമ്മത്തിൽ വിശ്വസിച്ചാൽ പോരെ എന്നാണ്. ആ നിയമം അത് പ്രധാനമായും സൗഹൃദത്തിൻ്റേതായ ഒരു നിയമമാണ്. ഏത്? വർണ്ണാശ്രമധർമ്മമേ സൗഹൃദത്തിൻ്റേതായ ഒരു നിയമമാണ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും തൽക്കാലം കടക്കുന്നില്ല. അതൊരിക്കലും പരസ്പര വിദ്വേഷത്തിൻ്റേതായ നിയമമല്ല. ഏത്? വർണ്ണാശ്രമധർമ്മം പരസ്പര വിദ്വേഷം ഒന്നും ചെയ്യുന്നില്ല. അതും മനുഷ്യരെ സ്നേഹിക്കാൻ പഠിപ്പിക്കുക. വർണ്ണാശ്രമധർമ്മം സ്നേഹിക്കാൻ പഠിപ്പിക്കുകയാണ്. ഉള്ളൂർ പ്രേമസംഗീതത്തിൽ എഴുതിയതുപോലെ അടുത്തു നിൽപ്പോർ അനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തവർ. പ്രേമം ഇങ്ങനെ മുട്ടുക കഴിഞ്ഞില്ല. 1925 മാർച്ച് 18 ഗാന്ധി മാറിയെന്നാണല്ലോ പറയുന്നത്. 25 മാറി, 20 മാറി, 37 മാറി, 47 മാറി എന്നാണ് പറയുന്നത്. ഇനി 25 ഒരു കാര്യത്തിലേക്ക് നോക്കാം. 1925 മാർച്ച് 18 ആലുവായി വന്ന് പ്രസംഗിച്ചു ഗാന്ധി. പ്രകൃതിയിൽ വൈവിധ്യങ്ങൾ ഒട്ടേറെയുണ്ട്. ആ വൈവിധ്യങ്ങളിൽ കൂടിയാണ് ഏകനായ ഈശ്വരൻ പലതായിത്തീരുന്നത്. അതുകൊണ്ട് മനുഷ്യവർഗത്തിൻ്റെ ചരിത്രത്തിൽ എന്നെങ്കിലും ഒരിക്കൽ ഒരൊറ്റ മതവും ഒരൊറ്റ ജാതിയും മാത്രമേ കാണൂ എന്ന് വന്നാൽ അത് ഈ പ്രകൃതി നിയമങ്ങളെയൊക്കെ തലതിരിഞ്ഞു പോകും. സംഗതി വ്യക്തമാണല്ലോ. എൻ്റെ പരിമിതമായ വായനയും ചിന്തയും മനനവും കൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് മനുഷ്യ സമുദായത്തിന് വർണ്ണാശ്രമങ്ങളുടെ ചതുർവിധ വിഭജനം കൂടാതെ കഴിയാൻ പറ്റുകയില്ല എന്നാണ്. ചാതുർവർണ്ണ്യം കൂടാതെ നമുക്ക് കഴിയാനേ പറ്റില്ല. വ്യത്യസ്ത മതങ്ങളും വ്യത്യസ്ത ജാതികളും അനിവാര്യമായി തന്നെ നിലനിൽക്കും. പ്രകൃതി അത് അനിവാര്യമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം സഹിഷ്ണുതയായിരിക്കണം. ബ്രാഹ്മണൻ ദാനം ചെയ്ത് പണം ഉണ്ടാക്കുമ്പോൾ തോട്ടി എന്ത് ചെയ്യണം? തോട്ടി അയാളോട് സഹിഷ്ണുവായിരിക്കണം. ഇന്ത്യൻ IITകളിലെ 6049 തസ്തികളിൽ ബ്രാഹ്മണർ ജോലി ചെയ്യുമ്പോൾ 121 നിയമനം കിട്ടിയ ദളിതർ എന്ത് ചെയ്യണം? നിയമനം കിട്ടിയ ബ്രാഹ്മണരോട് സഹിഷ്ണുവായിരിക്കണം. ഇത്രേ വേണ്ടൂ. വളരെ സിമ്പിൾ ഫിലോസഫിയാണ്. നിങ്ങളെന്തിന് പ്രാതിഥ്യം എന്നൊക്കെ പറയുന്നത്? നിങ്ങൾ ചാതുർവർണ്ണയത്തിലേക്ക് വരൂ. പ്രാതിഥ്യമൊക്കെ അതൊന്നും അതിനെപ്പറ്റി മിണ്ടരുത്. ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നൊരു കാര്യമുണ്ട്.
മഹാത്മാഗാന്ധി 45 ദിവസത്തെ സമരം ഇരുന്നെന്ന് ചോദിച്ചാൽ അദ്ദേഹം സമരമിരുന്നത് പ്രാതിനിധ്യ ജനായത്വത്തിനെതിരായും വർണ്ണാശ്രമ ധർമ്മത്തിന് വേണ്ടിയാണ് സുദീർഘമായ 45 ദിവസത്തെ സമരമിരുന്നത് എന്നുള്ളതാണ്. ഇനി 1925 ശിവഗിരിയിൽ ഒരു പ്രസംഗം നടത്തുന്നുണ്ട്. 25 പ്രസംഗമാണ്. കർമ്മഫലത്തിൻ്റെ നിയമം ഞാൻ ഇങ്ങനെ സംഗ്രഹിക്കും: ഓരോ ആൾക്കും അയാൾ അർഹിക്കുന്നത് ലഭിക്കും. നമുക്കേതാണോ പൈതൃകമായി കിട്ടിയിട്ടുള്ളത് അതിന് നാം അർഹരുമാണ്. പോയിന്റ് ശ്രദ്ധിക്കുക. നമുക്ക് എന്താണോ പൈതൃകമായി കിട്ടിയിട്ടുള്ളത് അതിന് നാം അർഹരാണ്. ഹിന്ദുമതം പാരമ്പര്യ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നു. ശാസ്ത്രകാരന്മാർക്കും അതിൽ വിശ്വാസമുണ്ട്. ഹിന്ദുമതം ഒരു പ്രായോഗിക ശാസ്ത്രമാണ്. അതേ ശാസ്ത്രം തന്നെ, അതേ ഹിന്ദുമതം തന്നെ കർമ്മഫലങ്ങളെ എങ്ങനെ നിരാകരിക്കാമെന്നും നമ്മെ പഠിപ്പിക്കുന്നു. എങ്ങനെ കർമ്മഫലത്തെ നിരാകരിക്കുന്നത്? ഈ വാചകം കേൾക്കുമ്പോൾ വലിയ വിപ്ലവകരമായ വാചകമാണെന്ന് തോന്നും. തൊട്ടടുത്ത വാചകം ശ്രദ്ധിക്കുക: വിപരീത സ്വഭാവത്തിലുള്ള കർമ്മങ്ങൾ കൂടുതൽ അനുഷ്ഠിച്ചിട്ടാണ് കർമ്മഫലങ്ങളെ നിരാകരിക്കാൻ സാധിക്കുക. കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ കുറേ നന്മ ചെയ്തെന്നിരിക്കട്ടെ, തിന്മ ചെയ്തെന്നിരിക്കട്ടെ, ആ തിന്മയുടെ ഫലങ്ങൾ ഇല്ലാതാക്കാൻ ഈ ജന്മത്തിൽ അതിനെതിരായ കാര്യങ്ങൾ ചെയ്യണം. നന്മ ചെയ്താൽ മതി. ശൂദ്രനായി ജീവിച്ച് ബ്രാഹ്മണനെ സേവ് ചെയ്യുക. ഓക്കെ, കഴിഞ്ഞില്ല. ഒരു വാചകം കൂടുണ്ട്. ഇന്ന് രാവിലെ ഞാൻ ശ്രീനാരായണ ഗുരുവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു ഞാനൊരു തോട്ടിയാണെന്ന്. ഗാന്ധി ഗുരുവിനോട് പറഞ്ഞെന്ന്. അധകൃത വർഗങ്ങളിൽ താഴേയറ്റത്താണ് തോട്ടിയുടെ നില. സ്വയം ഒരു തോട്ടിയാണെന്ന് കരുതാൻ എനിക്കൊരു ലജ്ജയുമില്ല. തീർച്ചയായും ഗാന്ധിക്ക് ഒരു തോട്ടിയാണെന്ന് കരുതാം. കാരണം എന്താണ്? അദ്ദേഹം സ്വയം ഏൽക്കുകയല്ലേ തോട്ടിയാണെന്ന്. പക്ഷേ ജനനം കൊണ്ട് തോട്ടിയായി തീർന്ന ഒരാളുടെ ദുരിതം ഒരിക്കലും ഗാന്ധി അനുഭവിക്കേണ്ടി വരത്തില്ല. അതാണ് ഗാന്ധിക്ക് ഒരിക്കലും മനസ്സിലാകാതെ പോയ കാര്യം. ഓരോ തോട്ടിയോടും എനിക്ക് അപേക്ഷിക്കാനുള്ളത് തൻ്റെ തൊഴിലിനെക്കുറിച്ച് അയാൾ ലജ്ജിച്ചുകൂടാ എന്നാണ്. അഭിമാനിക്കണം. തോട്ടിയാണ് ഞാൻ, അഭിമാനിക്കുക. ഇതാണ് ഗാന്ധി പറഞ്ഞത്. ആത്മാർത്ഥമായി സ്വകൃത്യം അനുഷ്ഠിക്കുന്ന തോട്ടി ശുചീകരണ കർമ്മം ചെയ്യുന്നവനാണ്. ഞാൻ സ്വയം എന്നെ നെയ്ത്തുകാരൻ, നൂൽനൂൽപ്പുകാരൻ, കൃഷിക്കാരൻ എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. ഇങ്ങനെ നോക്കിയാലുണ്ടല്ലോ ഗാന്ധിയൻ സാഹിത്യത്തിൽ നിന്ന് ഒരു 1000 പേജ് ഞാനിപ്പോൾ വെക്കാം. 1000 പേജ് വെക്കാം. പക്ഷേ അതിനുള്ള സമയവും സാവകാശം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ എന്നെ ഒരു സനാതന ഹിന്ദു എന്ന് വിളിക്കുന്നു. 1921 ഒക്ടോബർ 6 യങ് ഇന്ത്യയിൽ എഴുതിയതാണ്. ഹൈന്ദവ വേദപാഠങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന വേദങ്ങൾ, ഉപനിഷത്തുക്കൾ, പുരാണങ്ങൾ എന്നിവയിലെല്ലാം ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ അവതാരങ്ങളിലും പുനർജന്മത്തിലും വിശ്വസിക്കുന്നു. എന്താണ് അംബേദ്കർ പറഞ്ഞത്? അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് ഡോക്ടർ ബി ആർ അംബേദ്കർ എഴുതിയത് ഏതൊരു യുക്തിൻ്റെ നിഷേധിക്കുന്ന, ധാർമ്മികതയുടെ ഏതൊരു ഭാഗവും നിഷേധിക്കുന്ന വേദങ്ങളും ശാസ്ത്രങ്ങളും ഡൈനാമിറ്റ് വെച്ച് തകർക്കണമെന്നാണ് അംബേദ്കർ പറഞ്ഞത്. അല്ലാതെ വേദങ്ങളും ഇതിഹാസങ്ങളും വെച്ച് നവരാത്രിക്ക് പൂജ നടത്തണമെന്നല്ല പറഞ്ഞത്. ഇവിടെ തന്നെ അടിസ്ഥാനപരമായ വിച്ഛേദമുണ്ട് ഗാന്ധിയും അംബേദ്കറും തമ്മിൽ. വർണ്ണാശ്രമ ധർമ്മങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നു. അത് തികച്ചും വേദിക്കായ അർത്ഥത്തിലാണ്. 21 എഴുതിയതാണ്. ഇനി 25 ഓഗസ്റ്റ് 27 യങ് ഇന്ത്യയിൽ അദ്ദേഹം എഴുതി: വേദങ്ങൾ പഠിക്കാൻ ഉത്സാഹം കാണിച്ച ശൂദ്രൻ രാമചന്ദ്രനാൽ ശിക്ഷിക്കപ്പെട്ട കഥ കപടമായി ഗ്രന്ഥത്തിൽ എഴുതി ചേർത്ത ഒന്നായി ഞാനതിനെ കാണുകയും നിഷേധിക്കുകയും ചെയ്യുന്നു. ശംഭുകനെ വധിച്ച കാര്യമാണ് പറയുന്നത്. എൻ്റെ ധാരണയനുസരിച്ച് ഒരു പരിശുദ്ധ മനുഷ്യനാണ് രാമൻ എന്നിരിക്കെ അദ്ദേഹത്തെ ഞാൻ ആരാധിക്കുന്നു. എന്താണ് 1956 അംബേദ്കർ പറഞ്ഞത്? ഞാൻ രാമനെയും കൃഷ്ണനെയും ആരാധിക്കില്ല എന്നാണ് പറഞ്ഞത്. ശംഭുകവധം മാത്രമല്ല കേട്ടോ, ബാലിയെ വധിച്ചത് എന്തിനാണ്? ബാലിയെ വധിച്ചപ്പോൾ എന്താണ് രാമൻ പറഞ്ഞത്? മനുവിൻ്റെ വാക്കുകൾ അനുസരിച്ച് ഞാൻ ബാലിയെ വധിക്കുന്നു എന്നാണ്. പോട്ടെ, ഇനി ബാലിവധം കൂടെ എല്ലാം ഗാന്ധി പറഞ്ഞനുസരിച്ച് നമുക്കത് പ്രക്ഷിപ്തമായിട്ട് മാറ്റിവെക്കാം. താടയെ വധിക്കുന്നതിന് കാരണം എന്താണ്? ഗോബ്രാഹ്മണ ഹിതാർത്ഥായ ജഹിദുഷ്ട പരാക്രമ. പശുവിൻ്റെയും ബ്രാഹ്മണൻ്റെയും ഹിതത്തിനായി ഞാൻ താടകയെ വധിക്കുന്നു. പോട്ടെ, അതും നമുക്ക് പ്രക്ഷിപ്തമായിട്ട് മാറ്റിവെക്കാം. എന്തുകൊണ്ടാണ് ഗുഹനോട് ഭക്ഷണം മേടിക്കാതിരുന്നത്? ഗുഹൻ ആദിവാസിയായ ഒരു നേതാവായിരുന്നു. എന്തുകൊണ്ടാണ് ഗുഹൻ കൊണ്ടുവന്ന ഭക്ഷണം രാമൻ വാങ്ങിക്കാതിരുന്നത്? ഭരതൻ പിന്നീട് വരുമ്പോൾ ഭരതനോട് ഗുഹൻ പറയുന്നുണ്ട്, ക്ഷത്രിയ ധർമ്മം അനുസരിച്ചാണ് ഗുഹനിൽ നിന്നും രാമൻ ഭക്ഷണം വാങ്ങിക്കാതിരുന്നത് എന്ന്. ശരി, അതും പ്രക്ഷിപ്തമായിട്ട് പോട്ടെ. എന്താണ് അയോധ്യ എന്ന് പറയുന്ന രാമരാജ്യ സങ്കല്പം? ക്ഷത്രം ബ്രഹ്മമുഖം ചാസീത് വൈശ്യാഹ ക്ഷത്രമനുവ്രതാഹ ശൂദ്രാഹ
ത്രീൻ വർണ്ണാനുപചാരിണ. ഇതാണ് രാമരാജ്യം. വാൽമീകി രാമായണത്തിൽ പറയുന്ന രാമരാജ്യമാണ്. ക്ഷത്രം ബ്രഹ്മ മുഖം ചാസീത്. ക്ഷത്രിയൻ മുഖത്തു നിന്നുണ്ടായി. വൈശ്യാഹ ക്ഷത്രമനുവ്രതാഹ. വൈശ്യന്മാർ ക്ഷത്രിയന്മാർ പറയുന്നതനുസരിച്ച് ജീവിക്കണം. ശൂദ്രന്മാരെന്ത് ചെയ്യണം? ഈ 3 വർണ്ണങ്ങളെ ഉപചരിച്ച് ജീവിക്കണം. രാമരാജ്യം വരണമെന്ന് ആഗ്രഹിക്കുന്നത്. ഒരു കാര്യം ഈ വേളയിൽ ഊന്നി പറയേണ്ടതുണ്ട്. നിങ്ങൾ ഏത് രാമരാജ്യത്തെ പറ്റി പറഞ്ഞാലും, അത് ഗാന്ധിയുടെ രാമരാജ്യമാണെങ്കിലും ഏത് രാമരാജ്യമാണെങ്കിലും ജനാധിപത്യത്തിന് പകരം വെക്കാൻ ഒരു രാമരാജ്യത്തിനും കഴിയില്ല. ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് പകരം വെക്കാൻ ഒരു രാമരാജ്യത്തിനും കഴിയില്ല. നിങ്ങൾ രാമനെ മതേതരമായി വിമോചിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഇതിഹാസ പുരാണ പാഠങ്ങളിലെ കൃഷ്ണൻ സബ്വേഴ്സീവ് പൊട്ടൻഷ്യലുള്ള ദൈവം, നമുക്ക് അതുകൊണ്ട് അദ്ദേഹത്തെ മതേതരമായി കെട്ടഴിച്ച് വിടാം. രാമൻ 1000 രാമന്മാരുണ്ട്, അതും കെട്ടഴിച്ച് വിടാം. ഈ പ്രശ്നം നിങ്ങൾ ക്രിസ്തുവിനെ മുഹമ്മദ് നബി ഒന്ന് മതേതരമായി കെട്ടഴിച്ച് വിടുന്നതിനെ പറ്റി ഒന്ന് ഈ ലിബറലുകളോടൊന്ന് പറയാമോ? ആ പ്രശ്നം അപ്പം ബോധ്യപ്പെടും. അങ്ങനെ പറഞ്ഞാൽ അപ്പം എല്ലാം താലിബാനിസ്റ്റുകളും ആവും. ഒറ്റ നിമിഷം കൊണ്ട് താലിബാനിസ്റ്റ് ചാപ്പ വലിയ മുദ്ര പണിഞ്ഞ് വെച്ചിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ബൈബിളും ഖുറാനും മതേതരമായിട്ട് കെട്ടഴിച്ച് വിടുന്നതിനെ പറ്റി ചർച്ചയില്ല. പക്ഷേ രാമനെന്ന് കേട്ടാൽ അപ്പം മതേതരമായിട്ട് കെട്ടഴിച്ച് വിടുക. ഈ അപകടം ഇപ്പോഴും പുരോഗമന ബുദ്ധിജീവികൾക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ അപകടം. അടിസ്ഥാനപരമായി സവർണ പുരോഗമന ബുദ്ധിജീവികളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അവർ തന്നെ അകമേ സ്വാംശീകരിച്ച ഈ സവർണ സാഹിത്യാനുഭൂതികളും അതിൻ്റെ അനുഭൂതി മണ്ഡലവുമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അത് ഉപേക്ഷിക്കാതെ ഒരു രക്ഷയില്ല. അത് ഉപേക്ഷിച്ചവരാണ് നാരായണ ഗുരുവും അംബേദ്കറും സഹോദരൻ അയ്യപ്പനും. അവരൊക്കെ പരാജയപ്പെട്ടവരാണെന്നാണ് പറയുന്നത്. ഇത് ഉപേക്ഷിച്ച അംബേദ്കർ പരാജയം, ഇത് ഉപേക്ഷിക്കാൻ പറഞ്ഞ സഹോദരൻ അയ്യപ്പൻ പരാജയം. സഹോദരൻ അയ്യപ്പൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വിജയിച്ച ഒരാളാണ്. അദ്ദേഹം ഏതേത് ആവശ്യങ്ങളാണോ മുന്നോട്ട് വെച്ചത്, അദ്ദേഹത്തിൻ്റെ മരണത്തിന് മുമ്പ് തന്നെ അദ്ദേഹം മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ നടപ്പാക്കപ്പെടുന്നൊരു സമൂഹത്തെ ദർശിച്ചുകൊണ്ടാണ് അദ്ദേഹം മരണമടഞ്ഞത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. മിശ്രഭോജനം നടന്നു, മിശ്രവിവാഹം നടന്നു, പ്രാദ്യജനായത്വത്തിന് വേണ്ടിയുള്ള വാദങ്ങൾ സഹോദരൻ മുന്നോട്ട് വെച്ചു. ഇത് പല നിലയ്ക്ക് സമൂഹത്തിൽ നടന്നത് ദർശിച്ചിട്ടാണ് സഹോദരൻ അയ്യപ്പൻ കടന്നുപോയത്. ആ സഹോദരൻ അയ്യപ്പൻ പരാജയമാണെന്ന് പറയുന്ന സവർണ ബുദ്ധിജീവികളെ നയിക്കുന്നത് ഈ ബ്രാഹ്മണ്യത്തിൻ്റെ മഹാഭാരത രാമായണ അമ്മുമ്മ കഥകളാണ്. അവരെ നയിക്കുന്നത് പ്രാണപ്രതിഷ്ഠയുടെ രാമനാണ്, മറ്റൊരു രാമനല്ല. ഏത് രാമനെ പറ്റി പറഞ്ഞാലും മറ്റൊരു കാര്യം നമുക്കതിനകത്ത് കാണാനില്ല. 1927 നവംബർ 24 യങ് ഇന്ത്യയിൽ ഗാന്ധി എഴുതി, തുടർന്ന് പറയട്ടെ, ചതുരാശ്രമങ്ങൾ എന്നത് മഹത്വം ഏകമാത്രവുമായ മറ്റൊരു സംഭാവനയാണ്. ചാതുർവർണ്ണയേ ഭയങ്കര സംഭാവന. ലോകത്തിന് ഇന്ത്യ നൽകിയ സംഭാവന ഏതാണെന്ന് ചോദിച്ചാൽ ചാതുർവർണ്ണയമാണ്. അതിന് സമാനമായ യാതൊന്നും ഈ ലോകത്തിലില്ല. ഇന്ന് വർണ്ണാശ്രമധർമ്മങ്ങളും ഹിന്ദുമത സിദ്ധാന്തങ്ങളും തെറ്റായ രീതിയിലാണ് അവതരിപ്പിക്കപ്പെടുന്നതും ആരാധകരാൽ നിഷേധിക്കപ്പെടുന്നതും. അതിൻ്റെ പരിഹാരം നശിപ്പിക്കലല്ല, തെറ്റുതിരുത്തലാണ്. നമ്മളിൽ സ്വയം ഹൈന്ദവ ചൈതന്യത്തിൻ്റെ പ്രത്യുത്പാദനം നടത്താൻ അനുവദിക്കുക. എന്നിട്ട് ചോദിക്കുക, അത് നമ്മുടെ ആത്മാവിനെ തൃപ്തിപ്പെടുത്തുന്നുണ്ടോ ഇല്ലയോ എന്ന്. 27 നവംബർ 24 യങ് ഇന്ത്യയിൽ എഴുതിയതാണ് ഗാന്ധി. ഇത് അംബേദ്കറിനെ ഒരിക്കലും തൃപ്തിപ്പെടുത്തിയിട്ടില്ല, നാരായണ ഗുരുവിനെ തൃപ്തിപ്പെടുത്തിയിട്ടില്ല, മഹാത്മാ ഫൂലെയെ തൃപ്തിപ്പെടുത്തിയിട്ടില്ല, ജ്യോതിബ ഫൂലെയെ തൃപ്തിപ്പെടുത്തിയിട്ടില്ല, ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ഈ ചാതുർവർണ്ണയം തൃപ്തിപ്പെടുത്തിയിട്ടില്ല. അവരെ ഏറ്റവും ഹിംസാത്മകമായി അപരവൽക്കരിക്കുന്ന ഒന്നാണ് ചാതുർവർണ്ണയം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 36 ജൂലൈ 11 ഹരിജനിൽ അനിഹിലേഷൻ ഓഫ് കാസ്റ്റിനെതിരായി ഗാന്ധി എഴുതി, ഡോക്ടർ അംബേദ്കർ ഹിന്ദുമതത്തിനൊരു വെല്ലുവിളിയാണ്. ഒരു ഹിന്ദുവായി വളരുകയും ഒരു ഹിന്ദു പ്രഭുവിനാൽ വിദ്യാഭ്യാസം നൽകപ്പെടുകയും ചെയ്ത അദ്ദേഹത്തിന് സവർണ ഹിന്ദുക്കൾ എന്ന് വിളിക്കപ്പെടുന്നവരോട് വെറുപ്പ് തോന്നി. ഒന്ന് ആലോചിച്ച് നോക്കൂ. അംബേദ്കർ മനുസ്മൃതി കത്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് സഹസ്രബുദ്ധ എന്ന് പറയുന്ന ബ്രാഹ്മണനാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചില പത്രങ്ങൾ നടത്തിയത് ബ്രാഹ്മണരാണ്. സൂരജ് യങ്ഡെ അത്തരം ബ്രാഹ്മണരെ വിളിക്കുന്ന പേര് അംബേദ്കറിസ്റ്റ് ബ്രാഹ്മണരെന്ന് സൂരജ് യങ്ഡെ അവരെ വിളിക്കുന്നുണ്ട്.
അംബേദ്കറിസ്റ്റ് ബ്രാഹ്മണർ, അംബേദ്കറിൻ്റെ വഴിയെ സഞ്ചരിക്കാൻ ശ്രമിക്കുന്ന ബ്രാഹ്മണർ എന്ന് സൂരൻ യങ്ഡെ അവരെ വിശേഷിപ്പിക്കുന്നു. അല്ലെങ്കിൽ ഗാന്ധിയുടെ വാക്കുകളാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ആളുകൾക്കും സവർണറുടെ കൈകളിൽ നിന്ന് ലഭിച്ച പരിഗണന മൂലം സവർണ ഹിന്ദുക്കളെ മാത്രമല്ല അവരുടെ പൊതുപൈതൃകമായ ഹിന്ദുമതത്തെ തന്നെ ഉപേക്ഷിക്കുന്നതിലേക്ക് നയിച്ചു. അദ്ദേഹം തൻ്റെ വെറുപ്പ് മതത്തിൻ്റെ ഒരു ഭാഗമായ പ്രഘോഷകർക്ക് നേരെയാക്കുന്നതിന് പകരം ഹിന്ദുമതത്തിനെതിരെ തിരിച്ചുവിട്ടു. നിങ്ങൾ പ്രവാചകന്മാരെ പറഞ്ഞോളൂ, കുഴപ്പമില്ല, പക്ഷേ ഹിന്ദുമതത്തിനെതിരെ നിങ്ങൾ തിരിയരുത്. 36 ഇത് പറയുന്നു, 25 മാറി 36 ഇത് പറയുന്നത്. 25 എന്താണ് വൈക്കത്ത് വന്നപ്പോൾ പറഞ്ഞത്? ഹിന്ദുമതത്തെ രക്ഷിക്കുകയാണ് എൻ്റെ കടമയെന്നാണ് 25 വൈക്കത്ത് വന്നപ്പോൾ പറഞ്ഞത്. 36 വല്ല മാറ്റമുണ്ടോ? മാറ്റമില്ല. സവർണർ അവരുടെ വിശ്വാസവും പെരുമാറ്റവും തിരുത്തണം. അതിനെല്ലാം ഉപരി സവർണരിൽ വിദ്യാഭ്യാസ സമ്പന്നരും സ്വാധീന ശക്തിയുമുള്ളവർ വിശുദ്ധ ഗ്രന്ഥങ്ങൾക്ക് ആധികാരികമായൊരു വ്യാഖ്യാനം നൽകണം. സംഗതി മനസ്സിലായല്ലോ. ആളുകൾ ഇതിനെയൊക്കെ വിമർശിക്കാൻ തുടങ്ങിയപ്പോൾ എന്താണ് ഗാന്ധി പറയുന്നത്? എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ നിങ്ങളൊന്ന് വ്യാഖ്യാനിച്ചാൽ പ്രശ്നം പരിഹരിക്കപ്പെടും. ഇങ്ങനായിരുന്നു അതിൻ്റെ ഒരു കാര്യം. ജാതിയെ ഒരു ദോഷകരമായ സ്ഥാപനമായി പരിഗണിക്കപ്പെടാത്തവരിൽ ഒരാളാണ് ഞാൻ. തുടക്കത്തിൽ ജാതി എന്നത് സമഗ്രമായ ആചാരവും ദേശീയക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്നതുമായിരുന്നു. 1925 ആഗസ്റ്റ് 13 യങ് ഇന്ത്യയിൽ എഴുതിയതാണ്. മിശ്രഭോജനവും അല്ലെങ്കിൽ മിശ്രവിവാഹവും ദേശീയ വളർച്ചയ്ക്ക് ആവശ്യമാണെന്ന് പടിഞ്ഞാറ് നിന്ന് കടമെടുത്ത അന്ധവിശ്വാസമാണ്. ഇപ്പം മിശ്രഭോജനം മിശ്രവിവാഹം എവിടെ നിന്ന് വന്നതാണ്? അത് പടിഞ്ഞാറ് നിന്ന്, പാശ്ചാത്യ ലോകത്ത് നിന്ന് വന്ന ഒരു അന്ധവിശ്വാസമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുക. പക്ഷേ പിന്നീട് ഗാന്ധി ജാതി ഒരു ദൂഷിത മാലിന്യമായി വിമർശിച്ചുവെങ്കിലും ജീവിതത്തിലെമ്പാടും ആദർശവൽകൃതമായ വർണ്ണവ്യവസ്ഥയിൽ ഗാന്ധി ഊന്നി നിന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം. നമ്മൾ തിരിച്ചറിയേണ്ട മറ്റൊരു കാര്യം, ഈ അംബേദ്കർ ഗാന്ധി സമന്വയവാദികൾ ഉദാഹരിക്കുന്നത് മറ്റൊന്ന്, തിലകൻ ഹിംസാത്മകമായ ഗീതാവ്യാഖ്യാനം രചിച്ചു. ഗാന്ധി എന്ത് ചെയ്തു? അത് വളരെ വിമോചനാത്മകമായി ഗീതയെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഗാന്ധി രംഗത്ത് വന്നു. പക്ഷേ ഈ വാദം ഉന്നയിക്കുന്നവർ ഒരിക്കലും തിലകൻ്റെ ഗീതാരഹസ്യം ഒന്നും മറച്ചു നോക്കിയിട്ടില്ല. തിലകൻ്റെ ഗീതാരഹസ്യത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് ഗാന്ധിയാണ്. തിലകൻ്റെ ഗീതാരഹസ്യത്തിന് അവതാരിക എഴുതിയിരിക്കുന്ന ആരാണ്? സാക്ഷാൽ ഗാന്ധിയാണ്. അത് ആരും പറയത്തില്ല, അതിങ്ങനെ മറച്ചു വെക്കും. അത് മറച്ചു വെച്ചിട്ട് തിലകൻ്റെ ഗീതാരഹസ്യം ഹിംസാത്മകമാണ്, ഗാന്ധി വളരെ വിമോചനാത്മകമായി വ്യാഖ്യാനിച്ചു. പ്രശ്നം പരിഹരിക്കപ്പെട്ടല്ലോ. പക്ഷേ നമ്മൾ ഗീതാരഹസ്യം ആദ്യത്തെ പേജിൽ തന്നെ ദിവ്യഭാഷാമുത്ത് എന്നാണ് തിലകൻ്റെ ഗീതാരഹസ്യത്തെ ഗാന്ധി വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാചകങ്ങളൊന്ന് വായിക്കാം. ഗാന്ധി തിലകൻ്റെ ഗീതാരഹസ്യത്തിന് എഴുതിയ ആമുഖം: ഗീത എൻ്റെ ബൈബിളോ ഖുറാനോ മാത്രമല്ല, പ്രത്യക്ഷ മാതാവ് തന്നെയാണ്, അമ്മയാണെന്ന്. പരേതനായ ലോകമാന്യ തിലകൻ തൻ്റെ പഠിപ്പിൻ്റെയും അറിവിൻ്റെയും കടലിൽ നിന്ന് ഗീതാപ്രസാദത്തിൻ്റെ മത്തുകൊണ്ട് ഈ ദിവ്യഭാഷാമുത്ത് കടഞ്ഞെടുത്തു. പാല് കടഞ്ഞെടുക്കുന്ന പോലെ ബുദ്ധി കൊണ്ട് അന്വേഷിച്ച് കണ്ടെത്താവുന്ന വ്യാപക സത്യത്തിൻ്റെ ഭണ്ഡാരം അദ്ദേഹത്തിന് ഗീതയിൽ നിന്ന് കിട്ടി. തിലകരുടെ ഈ ഗീതാഭാഷ്യം അദ്ദേഹത്തിൻ്റെ ശാശ്വത സ്മാരകമാണ്. ഭാവിയിൽ അദ്ദേഹത്തിൻ്റെ വിശുദ്ധ സ്വഭാവം, ഗീതയ്ക്ക് രചിച്ച മഹത്തായ ഭാഷ്യം എന്നിവ രണ്ടും മതി അദ്ദേഹത്തിൻ്റെ സ്മരണ ചിരപ്രേരകമാക്കുവാൻ. ഗീതയ്ക്ക് അദ്ദേഹം എഴുതിയ ആധികാരിക ഭാഷ്യം പോലൊന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. സത്യമാണ് ഗാന്ധി പറഞ്ഞത്. അതുപോലെ ഹിംസാത്മകമായൊരു ഭാഷ്യം പിന്നീട് ഉണ്ടായിട്ടില്ല. ഗീതയിലും വേദത്തിലും നിന്നുണ്ടാകുന്ന സമസ്യകളെ അദ്ദേഹം പരിഹരിക്കുന്നത് പോലെ ശാസ്ത്രീയമായി ആരും പരിഹരിച്ചിട്ടില്ല. ഇതാണ് തിലകൻ്റെ ഗീതാരഹസ്യത്തിന് അദ്ദേഹം എഴുതിയ ഗാന്ധി എഴുതിയ വ്യാഖ്യാനം. ഇനി തിലകൻ്റെ ഗീതാരഹസ്യത്തിലേക്ക് പോയാൽ എങ്ങനെയാണത് ഇരിക്കുന്നതെന്ന് മനസ്സിലാകും. ജാതിയെയും ചാതുർവർണ്ണത്തെയൊക്കെ ന്യായീകരിക്കുന്ന 100 പേജുകൾ നമുക്കതിൽ കാണാം. അത് മറ്റൊരു പ്രബന്ധ വിഷയമായതുകൊണ്ട് തൽക്കാലം ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇതുകൂടാതെ 2 കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. അംബേദ്കറുടെ വളരെ പ്രസിദ്ധമായൊരു കൊട്ടേഷനുണ്ട്: ഞാൻ ഹിന്ദുവായി ജനിച്ചു, പക്ഷെ ഞാനൊരു ഹിന്ദുവായിട്ട് മരിക്കില്ല. ഈ പ്രസംഗത്തിനെതിരെ രംഗത്ത് വന്നത് ആരാണ്? സാക്ഷാൽ ഗാന്ധിയാണ്. സാക്ഷാൽ ഗാന്ധി അംബേദ്കറിൻ്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വന്നു. പക്ഷെ അപ്പോഴും സമന്വയവാദികൾ പറയുന്നത് എന്താ? ഒരുപാട് നമുക്ക് യോജിപ്പിൻ്റെ ആശയങ്ങൾ ഇങ്ങനെ കിടക്കുകയാണെന്ന് പറയുകയാണ്. ഡോക്ടർ അംബേദ്കറുടേതെന്ന് പറയപ്പെടുന്ന പ്രസംഗം അവിശ്വസനീയമായി തോന്നുന്നു.
അഥവാ അദ്ദേഹം അത്തരമൊരു പ്രസംഗം നടത്തിയിട്ടുണ്ടെങ്കിൽ തുല്യത ഉറപ്പ് നൽകുന്ന ഏതൊരു വിശ്വാസവും സ്വീകരിക്കാമെന്ന് ഹിന്ദുത്വത്തിൽ നിന്നും പൂർണ്ണമായി വിച്ഛേദിക്കണമെന്നുമുള്ള പ്രമേയം യോഗം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടും നിർഭാഗ്യകരമാണ്. പ്രത്യേകിച്ച് ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒഴിവാക്കിയാൽ, ശ്രദ്ധിക്കുക, ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇന്ത്യയിൽ എപ്പോഴും അങ്ങനെയാണല്ലോ, ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. അസ്പൃശ്യത ഒറ്റപ്പെട്ട സംഭവം, സ്ത്രീകളോടുള്ള പീഡനം ഒറ്റപ്പെട്ട സംഭവം, എല്ലാം ഒറ്റപ്പെട്ട സംഭവമാണ്. പക്ഷേ ഈ ഒറ്റപ്പെട്ട സംഭവം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, ഒറ്റപ്പെട്ട സംഭവം ഒരു മഹല പോലെയുള്ള ഒറ്റപ്പെട്ട സംഭവമാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. കോടിക്കണക്കിനുള്ള അപരിഷ്കൃതരും നിരക്ഷരരുമായ ഹരിജനങ്ങൾ അദ്ദേഹത്തിൻ്റെ ആഹ്വാനം ചെവിക്കൊണ്ട് അവരുടെ പൂർവികരുടെ വിശ്വാസത്തെ തള്ളിക്കളയാൻ പോകുന്നില്ല. അവരുടെ ജീവിതം സവർണ ഹിന്ദുക്കളുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്നു. അപ്പോൾ ദളിതർക്കൊരു സവിശേഷമായൊരു സ്വത്വം, ഒരു സെൽഫ് ഐഡൻറ്റിറ്റി ഉണ്ട് എന്ന് അംഗീകരിച്ചു കൊടുക്കാൻ ഗാന്ധി തയ്യാറല്ല എന്നുള്ളതാണ്. ഇതിന് അംബേദ്കർ ഒരു മറുപടി കൊടുക്കുന്നുണ്ട് ഗാന്ധിക്ക്. മതം വേണമെന്ന ഗാന്ധിയുടെ അഭിപ്രായത്തോട് ഞാനും യോജിക്കുന്നു. പക്ഷേ തൻ്റെ പെരുമാറ്റത്തിൻ്റെ മാനദണ്ഡമായും തൻ്റെ മുന്നേറ്റത്തിനുള്ള പ്രചോദന സ്രോതസ്സായും വർത്തിക്കേണ്ട മതം എങ്ങനെയായിരിക്കണമെന്ന ധാരണകൾക്ക് വിരുദ്ധമാണ് ഞാൻ ജനിച്ചു വീഴുന്ന മതമെങ്കിൽ ഒരുവനെ അതിൽ തന്നെ തുടരണമെന്ന് നിർബന്ധിക്കാൻ കഴിയില്ല. മതം മാറാൻ ഞാൻ മനസ്സാ നിശ്ചയിച്ചു കഴിഞ്ഞു. ബഹുജനങ്ങൾ കൂടെ വന്നാലും ഇല്ലെങ്കിലും എനിക്കൊന്നുമില്ല. അംബേദ്കറുടെ വാക്കുകൾ ശ്രദ്ധിക്കുക, ധീരമായ പ്രസ്താവനയാണ്. അത് നിശ്ചയിക്കേണ്ടത് അവരാണ്. നിങ്ങൾ വിചാരിക്കും ജഗദാനന്ദകാരകനായ രാമനെ പറ്റി പറഞ്ഞാൽ 10,000 ആളുകൾ കൂടെ വരും, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ശരി എന്ന് തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഞാൻ അംബേദ്കറിൻ്റെ വാക്കുകളാണ് പറയുന്നത്. ബഹുജനങ്ങൾ കൂടെ വന്നാലും ഇല്ലെങ്കിലും എനിക്കൊന്നുമില്ല, അത് നിശ്ചയിക്കേണ്ടത് അവരാണ്. നല്ലതെന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ അവരെന്നെ പിന്തുടരും. അതേസമയം നല്ലതല്ലെന്ന് തോന്നുകയാണെങ്കിൽ അവരെന്നെ പിന്തുടരുകയില്ല. പക്ഷേ 1956 ഡോക്ടർ BR അംബേദ്കർ ബുദ്ധനിലേക്ക് തിരിഞ്ഞപ്പോൾ 10,000-കണക്കിന് ആളുകളാണ് അംബേദ്കറോടൊപ്പം ബുദ്ധിസത്തിലേക്ക് പരിവർത്തനം ചെയ്തത്. പ്രാതിനിധ്യവും സംവരണമൊന്നും നിലവിലില്ലാത്ത, നിലവിൽ വന്ന് അവർക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ഭരണഘടനാദത്തമായ സംവരണ അവകാശങ്ങൾ ഉൾപ്പെടെ ഉപേക്ഷിച്ചുകൊണ്ടാണ് അംബേദ്കർ മുന്നോട്ട് വെച്ച വിമോചനാത്മകമായ പാതയിലൂടെ ദളിത ബഹുജനങ്ങൾ എവിടേക്ക് നടന്നത്? ബുദ്ധനിലേക്ക് നടന്നത് എന്നുള്ളത് ഒരു ചരിത്രപരമായ യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഒരു ത്യാഗം ചെയ്യാൻ ഇന്ത്യയിലെ ഒരു സവർണ ജനവിഭാഗത്തിനും കഴിഞ്ഞിട്ടില്ല ദളിതരെ പോലെ എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അധകൃത വർഗക്കാരെ അവരുടെ കർമ്മപഥം തിരഞ്ഞെടുക്കാൻ ഗാന്ധി അനുവദിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇതാണ് യോള പ്രസംഗത്തിനുള്ള മറുപടി. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാം. ഇപ്പോൾ വളരെ നമുക്ക് ഗാന്ധിക്കെതിരായ എന്തെങ്കിലും വിമർശനം ഉന്നയിക്കുന്നത് ഒരു പുരോഹിതനെ വിമർശിക്കുന്നത് പോലെ, ദൈവത്തെ വിമർശിക്കുന്നത് പോലെ കുറ്റമായിട്ടാണ് നമ്മുടെ സമൂഹം കാണുന്നത്. മൗതപൗരോഹിത്യത്തെ ചോദ്യം ചെയ്യാൻ പാടില്ല, അതുപോലെ ഗാന്ധിയെ വിമർശിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ വാദങ്ങളുടെ മറ്റൊരു അടിത്തറ. അതൊരു ഗാന്ധി വിമർശനം ഒരു പാപമായി കാണുന്നു. ഗാന്ധിയെ വിമർശിച്ചാൽ പാപിയായി മുദ്ര കൊത്തുന്നു. ഇവിടെ എൻ്റെ വാദം, വർണ്ണാശ്രമ വ്യവസ്ഥയുടെ വിശ്വാസിയായ ഗാന്ധിയെ ഉപേക്ഷിക്കുകയും സ്വാതന്ത്ര്യ സമര നായകനും ഗോഡ്സെയാൽ വധിക്കപ്പെട്ട, ഹിന്ദുത്വവാദികളാൽ വധിക്കപ്പെട്ട ഗാന്ധിയെയും വീണ്ടെടുക്കുക എന്നുള്ളതാണ് ഞാനിവിടെ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ്. ഹിന്ദുത്വവാദികളാൽ കൊല്ലപ്പെട്ട ഗാന്ധി ചരിത്രത്തിൽ ഹിന്ദുത്വവാദികൾക്കും ബ്രാഹ്മണ്യർക്കുമെതിരായി നിൽക്കുകയും വർണ്ണാശ്രമ ധർമ്മ വ്യവസ്ഥയുടെ പരിപാലകനായ ഗാന്ധി സമ്പൂർണ്ണമായി ഉപേക്ഷിക്കപ്പെടുകയും വേണം. ഇതാണ് ഞാൻ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഒരു കാര്യം കൂടി പറയാം. ഈ ദീനദയാലു എന്ന് പറയുന്ന ഒരു പണ്ഡിറ്റ് ദീനദയാലു എന്ന് പറയുന്ന ഒരു വ്യക്തിത്വമുണ്ട്. അദ്ദേഹത്തിൻ്റെ ദർശനമാണ് ഏകാത്മ മാനവ ദർശനം എന്ന് പറയുന്ന സിദ്ധാന്തവും പ്രയോഗവും. ഏകാത്മ മാനവ ദർശനം എന്താണ്? ഏകാത്മ മാനവ ദർശനത്തിൻ്റെ അടിസ്ഥാനം അത് ചാതുർവർണ്ണ്യവും വർണ്ണാശ്രമ ധർമ്മവുമാണ്. ഏകാത്മ മാനവ ദർശനത്തിൻ്റെ അടിസ്ഥാനം നിങ്ങൾ ശ്രദ്ധിക്കണം. ഏകാത്മ മാനവ ദർശനം സ്ഥാപിക്കാനായി അവരുദ്ധരിക്കുന്നത് ഗാന്ധിയെയാണ്. ഹിന്ദുത്വവാദികൾ തങ്ങളുടെ ഏകാത്മ മാനവ ദർശനത്തെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി, സാധൂകരിക്കുന്നതിന് വേണ്ടി കോട്ട് ചെയ്യുന്നത് ഗാന്ധിയെയാണ്. ഞാൻ വായിക്കാം.
ഏകാത്മമാനവ ദർശനം സിദ്ധാന്തവും പ്രയോഗവും എന്ന പുസ്തകം കുരുക്ഷേത്ര പ്രകാശനാണ് പ്രസിദ്ധീകരിച്ചത്. അതിലെ വരികൾ മഹാത്മാഗാന്ധി എഴുതുന്നു: വർണ്ണാശ്രമ വ്യവസ്ഥയെ മാറ്റി നിർത്തിക്കൊണ്ട് ഹിന്ദു ജീവിത രീതിയെപ്പറ്റി ചിന്തിക്കാൻ കഴിയില്ലെന്ന് ഏവരും സമ്മതിക്കും. അതിന് അന്തർദേശീയ പ്രസക്തിയുണ്ട്. ഭാരതത്തിൽ നിലനിൽക്കുന്ന ജാതി സമ്പ്രദായവും വർണ്ണാശ്രമ വ്യവസ്ഥയും തമ്മിലൊരു ബന്ധവുമില്ല. വർണ്ണാശ്രമ തത്വം എന്ന നാട്യത്തിൽ നിലനിൽക്കുന്ന ജാതി വ്യവസ്ഥ തകരട്ടെ. വർണ്ണാശ്രമധർമ്മം എൻ്റെ നിർവചനത്തോട് ഒത്തുപോകുമെങ്കിൽ മാനവരാശിയുടെ എല്ലാ തരത്തിലുള്ള സാമൂഹികവും സാമ്പത്തികവും മതപരവുമായ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തും. ഇങ്ങനെ മഹാത്മാഗാന്ധിയുടെ കൊട്ടേഷൻ ഉദ്ധരിച്ചുകൊണ്ട് ഏകാത്മ മാനവ ദർശനം എന്ന് പറയുന്ന ഹിന്ദുത്വ പുസ്തകം എഴുതിയ ഗ്രന്ഥകാരൻ പറയുകയാണ്, ഇന്ത്യയുടെ സാമൂഹ്യക്രമം വിവരിക്കുന്നതിൽ ഉറച്ച വിശ്വാസം ഗാന്ധിക്കുണ്ടായിരുന്നു. വർണ്ണാശ്രമ വ്യവസ്ഥയെ വർണ്ണാശ്രമധർമ്മം എന്നാണ് അദ്ദേഹം വിളിച്ചിരുന്നത്. ഗാന്ധിജി ഹിന്ദു ജീവിത രീതിയുടെ സർവധർമ്മ സമഭാവം എന്ന തത്വമാണ് ഉയർത്തിക്കാട്ടിയത്. വ്യക്തമാണല്ലോ. ഈ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നാണ് അതിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇനി ഒരു മൂന്നാമത്തെ പോയിൻ്റ്, അംബേദ്കർ ബുദ്ധനിലേക്ക്. ഗാന്ധിയുടെ മതമൂല്യ വിചാരങ്ങൾക്ക് തുല്യമായാണ് അംബേദ്കർ പിൽക്കാലത്ത് ബുദ്ധമതത്തിലേക്ക് തിരിഞ്ഞതെന്നും സമന്വയവാദികൾ വാദിക്കുന്നുണ്ട്. ഗാന്ധിക്കും മതത്തിൽ നീതി തേടിയിരുന്നു, അതുപോലെ അംബേദ്കറും മതത്തിൽ നീതി തേടി. അതുകൊണ്ട് രണ്ടുപേരുടെയും വാദങ്ങൾ ഒന്നാണ് എന്നാണ് സമന്വയവാദികളുടെ മറ്റൊരു വാദം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം തുടങ്ങിയ മൂല്യങ്ങളിലുള്ള അംബേദ്കറുടെ നവീന വിശ്വാസ പ്രമാണങ്ങളുടെ ഔത്സുക്യം സാക്ഷാത്കരിക്കപ്പെട്ടത് ബുദ്ധമതത്തിലേക്കുള്ള പരിവർത്തനത്തിലാണെന്ന് ശാസ്ത്രചരിത്രകാരിയും ചിന്തകയുമായ ഡോക്ടർ മീരാനന്ദ പ്രോഫറ്റ് ഫേസിംഗ് ബാക്ക്വേർഡ് എന്ന ഗ്രന്ഥത്തിൽ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യ സ്വാതന്ത്ര്യത്തിൻ്റെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ ബൗദ്ധ പാരമ്പര്യത്തിൽ സർഗാത്മകമായ പുനർനിർമ്മാണം നടത്തേണ്ടതുണ്ടെന്ന് അംബേദ്കർ തിരിച്ചറിഞ്ഞിരുന്നു എന്ന് മീരാനന്ദ പറയുന്നു. സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്ന തൻ്റെ പൗരസമൂഹത്തോടുള്ള പ്രതിബദ്ധതയ്ക്കു വേണ്ടി ഗൗതമ ബുദ്ധൻ്റെ ചരിത്രപരമായ കലാപത്തെ ഉപയോഗപ്പെടുത്താൻ ദവയുടെ വീക്ഷണം അംബേദ്കറെ സഹായിച്ചതായും മീരാനന്ദ പ്രസ്താവിക്കുന്നു. അനീതിയെ സയുക്തികമാക്കുകയും അനീതിയെ പ്രകൃതി നിയമത്തിൻ്റെ പരിണിത ഫലമെന്ന നിലയിൽ നീതിമത്കരിക്കുകയും ചെയ്യുന്ന വർണ്ണധർമ്മത്തെ ഗാന്ധി ജീവിതത്തിലുടനീളം പിന്തുടർന്നപ്പോൾ അംബേദ്കർ അതിനെ നിശിതമായി വിമർശ വിചാരം ചെയ്ത് നിരസിച്ചു. ഇതിൽ നിന്നും ഗാന്ധിയുടെയും അംബേദ്കറുടെയും മതമൂല്യങ്ങളെ സംബന്ധിച്ച ലോകവീക്ഷണങ്ങളിലെ അന്തരമാണ് വെളിപ്പെടുന്നത്. തന്നെയുമല്ല, ഡോക്ടർ മീരാനന്ദ നിരീക്ഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, സമൂഹത്തെ നാലായി വെട്ടിപ്പിളർക്കുന്ന ചാതുർവർണ്ണീയ ലോകവീക്ഷണത്തെ ഗാന്ധിയൻ ദർശനം നിരാകരിക്കുന്നില്ല എന്നാണ് ശാസ്ത്രചരിത്രകാരിയും ചിന്തകയുമായ ഡോക്ടർ മീരാനന്ദ പ്രോഫറ്റ് ഫേസിംഗ് ബാക്ക്വേർഡിൽ രേഖപ്പെടുത്തുന്നത്. ഗാന്ധിയൻ പരിഷ്കരണവാദം മാനവ സമൂഹത്തെ ജാതീയമായി വെട്ടിപ്പിളർക്കുന്ന ചാതുർവർണ്ണീയ വ്യവസ്ഥയെ നിരാകരിക്കുന്നില്ല എന്ന് മീരാനന്ദ വിവരിക്കുന്നതിൻ്റെ സാങ്കത്യം സ്പഷ്ടമാണ്. മതപരിവർത്തനത്തെ സാമൂഹ്യ വിമോചനത്തിൻ്റെ ഊർജമായി അംബേദ്കർ ദർശിച്ചു. എന്നാൽ ഗാന്ധി അതിനെ മഹാപാപമായി ഗണിച്ചു എന്നുള്ളതാണ്. സത്യാഗ്രഹം എന്ന് പറയുന്ന സങ്കല്പമാണ്. അതും വളരെ വിമോചനാത്മകമായി വ്യാഖ്യാനിക്കപ്പെടുകയും അവതരിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സങ്കല്പമാണ് ഈ സത്യാഗ്രഹം എന്ന് പറയുന്ന സങ്കല്പം. സത്യാഗ്രഹം മാനസിക പരിവർത്തനം ഉണ്ടാക്കാൻ പറ്റിയ ഒരു സമരമുറയാണ്. പുരോഗമനവാദികൾ തങ്ങളുടെ ആശയം സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത്. എതിരാളികളുടെ ഹൃദയത്തെ സ്പർശിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ സമാധാനപൂർവ്വം ദീർഘമായ സമരം നടത്തുന്നത് എന്ന് 1924 പ്രസിദ്ധീകരിച്ച സ്വദേശി മിത്രനിൽ ഗാന്ധിയുടെ വാദം അവതരിപ്പിക്കപ്പെട്ടു. അപ്പോൾ ഗാന്ധിയുടെ ഈ വാദം അനുസരിച്ചാണെങ്കിൽ സവർണ ഹിന്ദുക്കൾക്ക്, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ, സവർണ ഹിന്ദുക്കൾക്ക് മനപരിവർത്തനം വരുന്നതുവരെ അവരുടെ ജാതിഹിംസകൾ അവർണർ സഹിക്കണം. എത്ര ക്രൂരമായ ആശയമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ത്യയിൽ ഇന്നും തുടരുന്ന ദളിത് മുസ്ലിം പീഡനങ്ങൾ തെളിയിക്കുന്നത് ഗാന്ധിയൻ മാതൃകയിലുള്ള മനപരിവർത്തനം പരാജയമാണെന്നാണ്. ഇന്ത്യൻ ഭരണഘടന ഉള്ളതിനാലാണ് പരിമിതമാത്രമായെങ്കിലും ദളിതരും മറ്റും സംരക്ഷിക്കപ്പെടുന്നത് എന്നുള്ളത് നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അടിസ്ഥാനപരമായി ഇതായിരുന്നു ഗാന്ധിയുടെ ഒരു സത്യാഗ്രഹ സങ്കല്പം എന്ന് പറയുന്നത്. പക്ഷേ 1927 ഈ സത്യാഗ്രഹം എന്ന് പറയുന്ന സങ്കല്പത്തിൽ തന്നെ
അംബേദ്കറും ഗാന്ധിയും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യതിരിക്തത തെളിഞ്ഞു വരുന്നുണ്ട്. 27 അംബേദ്കർ സത്യാഗ്രഹത്തെ നിർവചിക്കുന്നുണ്ട്. 27 മഹഡിൽ നടക്കുന്ന ചൗദാർ കുളത്തിലേക്കുള്ള ആ ജലം എടുക്കുന്നതിന് വേണ്ടിയുള്ള സമരത്തിൽ, അത് ആത്മാഭിമാനത്തിന് വേണ്ടിയുള്ള സമരമാണ് എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നുണ്ട്. അതിൽ സത്യാഗ്രഹം എന്താണ് എന്ന് അംബേദ്കർ നിർവചിക്കുന്നുണ്ട്. ഞാനത് ഉദ്ധരിക്കാം. സത്യാഗ്രഹത്തിൻ്റെ മാതൃക എന്തായിരിക്കണമെന്ന് ആദ്യം തീരുമാനിക്കണം. മഹാത്മാഗാന്ധിയാണ് സത്യാഗ്രഹത്തിൻ്റെ ആധുനിക കാലത്തെ വക്താവ്. മഹാത്മാഗാന്ധി നിർദ്ദേശിച്ച സത്യാഗ്രഹമല്ലാതെ മറ്റൊരു മാർഗവും സത്യാഗ്രഹത്തിനില്ലെന്ന് എല്ലാവരും അനുമാനിക്കുന്നു. സത്യാഗ്രഹത്തിൻ്റെ മാതൃകയിൽ അക്രമത്തിന് ഒരിടവും ഗാന്ധി സൂക്ഷിച്ചിട്ടില്ല. സത്യാഗ്രഹത്തോടുള്ള ഈ സമീപനത്തിൻ്റെ യുക്തിയിൽ യോജിപ്പില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അടിസ്ഥാനപരമായി ഗാന്ധിയൻ സത്യാഗ്രഹം എന്ന് പറയുന്ന ആ മോഡലിനോട് തന്നെ ഡോക്ടർ ബി ആർ അംബേദ്കർ വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ്. സത്യാഗ്രഹത്തിൻ്റെ സാധുത അതിൻ്റെ ഉദ്ദേശ്യത്തിൻ്റെ ധാർമ്മികതയെ ആശ്രയിച്ചിരിക്കുന്നു. പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം പുണ്യമാണ്. അപ്പോൾ അത് സത്യാഗ്രഹമായി കണക്കാക്കേണ്ടതുണ്ടോ? ഹിംസ അഹിംസ ലക്ഷ്യത്തിനെത്താനുള്ള ഒരു ഉപാധി മാത്രമാണ്. തികച്ചും അധാർമികമായ ലക്ഷ്യത്തോടെ ആരെങ്കിലും അഹിംസ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങളതിനെ സത്യാഗ്രഹമെന്ന് വിളിക്കുമോ? ഇതാണ് അംബേദ്കറുടെ ചോദ്യം. ശരിയായ ലക്ഷ്യത്തിനായി ആരെങ്കിലും അഹിംസ ഉപയോഗിക്കാൻ നിർബന്ധിതനായാൽ നിങ്ങളതിനെ സത്യാഗ്രഹം അല്ലെന്ന് വിളിക്കുമോ? അങ്ങനെയാണെങ്കിൽ തൻ്റെ ന്യായമായ ആവശ്യം നേടിയെടുക്കാൻ അക്രമമാർഗം സ്വീകരിക്കാൻ അർജുനനെ നിർബന്ധിച്ച ശ്രീകൃഷ്ണൻ എന്തായിരിക്കും? അദ്ദേഹം ഒരു പിശാചായിരുന്നോ? ഒരു ഹിന്ദുവും അത് അംഗീകരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇനി പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് അംബേദ്കർ വരുന്നുണ്ട്. അംബേദ്കർ പറയും, നിങ്ങൾ പറയുന്നു അക്രമം ശരിയല്ല, അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നത് ശരിയാണ്. എന്നാൽ സ്വയം പ്രതിരോധത്തിൽ ഒഴിവാക്കാനാകാത്തതാണെങ്കിൽ അത് ക്ഷമിക്കണം. വൈക്കത്തെന്താണ് നടന്നത്? രാമൻ ഇളയതിൻ്റെ കണ്ണുപോയി, ആമചാടിത്തേവന് തല്ലുകൊണ്ടു, വേറൊരു പണിക്കര് ചോര ഛർദ്ദിച്ചു വീണു. ഇങ്ങനെ അടിയുടെ പൊടി പൂരമാണ് സവർണ ഗുണ്ടകളിൽ നിന്നും ദളിത പിന്നോക്ക ജാതി വിഭാഗങ്ങൾക്ക് വൈക്കത്തേൽക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ് അംബേദ്കർ പറയുന്നത്, നിങ്ങൾ പറയുന്നു അക്രമം ശരിയല്ല, അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നത് ശരിയാണ്. എന്നാൽ സ്വയം പ്രതിരോധത്തിൽ ഒഴിവാക്കാനാകാത്തതാണെങ്കിൽ അത് ക്ഷമിക്കണം. ഇതുതന്നെയാണ് നാരായണ ഗുരുവും പറഞ്ഞത്. ഗുരു എന്താണ് പറഞ്ഞത്? അടിക്കാൻ വരുവാണെങ്കിൽ പ്രതിരോധിക്കണമെന്ന് ഗുരു പറഞ്ഞു. തിരിച്ചടിക്കുന്നതിനെ പറ്റി പറഞ്ഞില്ല, പ്രതിരോധിക്കണമെന്ന് പറഞ്ഞു. സത്യാഗ്രഹത്തിൻ്റെ വിജയത്തിനായി നമ്മൾ ഇതേ തത്വം പ്രയോഗിക്കേണ്ടി വരും. അതനുസരിച്ച് ഗാന്ധിയുടെ അഹിംസാ സത്യാഗ്രഹം പ്രായോഗികമല്ല. അതിനെ അഹിംസ എന്ന് വിളിക്കുന്നതും നാട്യവും ശുദ്ധവഞ്ചനയുമാണ് എന്നാണ് അംബേദ്കർ 1927 മഹഡ് സത്യാഗ്രഹത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞത്. അക്രമത്തിൻ്റെ അർത്ഥം മറ്റൊരു വ്യക്തിയുടെ ശരീരത്തിനോ വികാരത്തിനോ മുറിവേൽപ്പിക്കുന്നതും ഉൾപ്പെടുന്നു. അക്രമം എന്ന് പറയുന്നത് ശാരീരികമായ അക്രമം മാത്രമല്ല, ഒരാളുടെ വികാരത്തിന് ഏൽപ്പിക്കുന്ന മുറിവ് പോലും അക്രമമാണെന്നാണ് അംബേദ്കർ പറയുന്നത്. അതിനാൽ അക്രമരാഹിത്യം എന്നാൽ ഒരു ജീവജാലത്തിനും ഒരു തരത്തിലുള്ള വേദനയും ഉണ്ടാക്കാതിരിക്കുക എന്നാണ്. ഞങ്ങളുടെ അഭിപ്രായത്തിൽ അത് ശരിയായ നിലപാടല്ല. ഇതാണ് അംബേദ്കർ പറയുന്നത്. ഞങ്ങളുടെ അഭിപ്രായത്തിൽ അത് ശരിയായ നിലപാടല്ല. സത്യത്തിൽ സത്യാഗ്രഹം കഴിയുന്നിടത്തോളം അഹിംസ സ്വീകരിക്കണം. കഴിയുന്നിടത്തോളം. നിങ്ങളെ വാള് വെച്ച് കുത്തിക്കൊല്ലാൻ വന്നാൽ ഗാന്ധിയൻ ഫിലോസഫി അനുസരിച്ച് കുത്തുകൊണ്ട് മറിഞ്ഞു വീണ് ചാകാൻ അംബേദ്കർ പറഞ്ഞിട്ടില്ല. ആവശ്യം വന്നാൽ അക്രമം അവലംബിക്കേണ്ടി വരും. അതായിരിക്കണം സമീപനം. അത് പ്രായോഗിക സമീപനമായിരിക്കും. ഇതാണ് അംബേദ്കറിൻ്റെ പൊസിഷൻ. അല്ലാതെ വൈക്കത്ത് കടന്ന് മുഴുവൻ അടി, സവർണറുടെ അടി കൊണ്ട് കണ്ണും പൊട്ടിച്ച് എല്ലുകഷ്ണം നുറുങ്ങി ചോര ഛർദ്ദിച്ച് ചാകാനല്ല അംബേദ്കറിൻ്റെ പൊസിഷൻ. അപ്പോൾ സത്യാഗ്രഹം എന്ന് പറയുന്ന സങ്കല്പത്തിൽ തന്നെ അടിസ്ഥാനപരമായ വ്യത്യാസം നമുക്ക് അംബേദ്കറും ഗാന്ധിയും തമ്മിൽ വളരെയധികം പ്രകാശവർഷം അകലെയാണ് സത്യാഗ്രഹ സങ്കല്പത്തിൽ തന്നെ ഉള്ളത്. അതൊന്നും കൂടെ ഒന്ന് വിശദീകരിക്കാം. സത്യാഗ്രഹം തുടങ്ങണമെങ്കിൽ എന്താണ് സത്യം, അസത്യമെന്ന് ആദ്യം തീരുമാനിക്കണം. സത്യാഗ്രഹത്തിൻ്റെ വിജയം അത് ചെയ്യുന്ന വ്യക്തിയുടെ ആത്മവിശ്വാസത്തെ ആശ്രയിച്ചിരിക്കും. ഈ ആത്മവിശ്വാസം പുറപ്പെടുന്നത് ഞാൻ ചെയ്യുന്നത് ധാർമ്മികവും ശുദ്ധവുമായ സത്യമാണ് എന്ന അറിവിൽ നിന്നും വിശ്വാസത്തിൽ നിന്നുമാണ്. ഇനി വരാൻ പോകുന്ന പോയിൻ്റാണ് ഏറ്റവും പ്രധാനം. എൻ്റെ അഭിപ്രായത്തിൽ, ഇൻ മൈ ഒപ്പീനിയൻ, വാട്ട് എവർ ഈസ് ഫോർ ഫ്രറ്റേണിറ്റി ആൻഡ് ബ്രദർഹുഡ് ഈസ് ട്രൂത്ത്. എൻ്റെ അഭിപ്രായത്തിൽ സാഹോദര്യത്തിന് വേണ്ടിയുള്ളതെന്തും സത്യമാണ്.
ഇതാണ് അംബേദ്കറിൻ്റെ വാചകം. എൻ്റെ അഭിപ്രായത്തിൽ സാഹോദര്യത്തിന് വേണ്ടിയുള്ളതെന്തും സത്യമാണ് എന്ന് സത്യത്തെ ആര് നിർവചിക്കുന്നു? ഡോക്ടർ BR അംബേദ്കർ നിർവചിക്കുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം പറയുന്നുണ്ട്, ഐ വാണ്ട് ടു ടെൽ ദം ദാറ്റ് ഇഫ് ദേ ഹാവ് സിമ്പതി ഫോർ us, if they feel anguished about the injustice caused to us, then they should support wholeheartedly, like the whites supported the blacks in America to end slavery. Otherwise it does not matter whether you have sympathy or hatred toward us എന്ന് അംബേദ്കർ പറയുന്നു. അവർക്ക്, അതായത് സവർണ ഹിന്ദുക്കൾക്ക് ഞങ്ങളോട് സഹതാപമുണ്ടെങ്കിൽ, ഞങ്ങളോട് ചെയ്ത അനീതിയെക്കുറിച്ച് അവർക്ക് വേദന തോന്നുന്നുവെങ്കിൽ, അടിമത്തം അവസാനിപ്പിക്കാൻ വെള്ളക്കാർ അമേരിക്കയിലെ കറുത്തവരെ പിന്തുണച്ചതുപോലെ അവർ ഞങ്ങളെ പൂർണ്ണ ഹൃദയത്തോടെ പിന്തുണയ്ക്കണമെന്നാണ് ഞാൻ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ അവരുടെ പശ്ചാത്താപമോ പ്രാപമോ പുണ്യമോ പ്രായശ്ചിത്തമോ അതല്ല. നിങ്ങൾ പിന്തുണയ്ക്കുക. ഇതേ വാചകം സഹോദരനയ്യപ്പൻ പറയുന്നുണ്ട്. എന്താണ് സഹോദരനയ്യപ്പൻ പറയുന്നത്? നിങ്ങളവരെ കൈപിടിച്ചുയർത്തുമൊന്നും വേണ്ട. നിങ്ങൾ അവരുടെ വഴികളിൽ വെച്ചിരിക്കുന്ന കല്ലും തടി എടുത്ത് മാറ്റിയാൽ മാത്രം മതി. അല്ല, നിങ്ങൾ പാപവും പ്രായശ്ചിത്തമൊന്നും ചെയ്യണ്ട എന്നാണ് പറയുന്നത്. അല്ലാതെ നിങ്ങൾക്ക് ഞങ്ങളോട് സഹതാപമോ വെറുപ്പോ ഉണ്ടോ എന്നത് പ്രശ്നമല്ല. നിങ്ങൾക്ക് സഹതാപം ഉണ്ടാവാം, ചിലപ്പോൾ വെറുപ്പുണ്ടാവും, അതൊന്നും ഇവിടുത്തെ പ്രശ്നമല്ല. അടുത്ത വാചകമാണ് മറ്റൊരു വാചകം, ഏറ്റവും പ്രധാനപ്പെട്ട വാചകം. യു ഹാവ് നെവർ യൂസ്ഡ് ഇറ്റ്സ് വാട്ടർ ഇൻ ദ പാസ്റ്റ്. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഇഫ് വി ഡു നോട്ട് യൂസ് ഇറ്റ് വി ആർ ഗോയിങ് ടു ഡൈ. അവർ ഒബ്ജക്റ്റീവ് ഈസ് ടു പ്രൂവ് ദാറ്റ് വി ആർ ഹ്യൂമൻ ബീയിങ്സ് ജസ്റ്റ് ലൈക്ക് അതേഴ്സ്. നിങ്ങൾ മുമ്പൊരിക്കലും അതിലെ വെള്ളം ഉപയോഗിച്ചിട്ടില്ല, ഏതോ ചൗദാർകുളത്തിലെ വെള്ളം. അതുപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ മരിക്കുമെന്നല്ല, മറ്റുള്ളവരെ പോലെ നമ്മളും മനുഷ്യരാണെന്ന് തെളിയിക്കുകയാണ് ലക്ഷ്യം. ചൗദാർകുളത്തിലെ വെള്ളം അമൃതാണെന്ന് കരുതി പോകുകയല്ല ഞങ്ങളുടെ ലക്ഷ്യം. പിന്നെന്താണ് ലക്ഷ്യം? ഞങ്ങളും മനുഷ്യരാണെന്ന്, ആത്മാഭിമാനമുള്ള മനുഷ്യരാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയാണ് ചൗദാർകുളത്തിലെ വെള്ളം എടുക്കുന്നതിനായി ഞങ്ങൾ പോകുന്നത്. മഹഡ് സത്യാഗ്രഹത്തെ ഫ്രഞ്ച് വിപ്ലവത്തോടാണ് ഡോക്ടർ BR അംബേദ്കർ സാദൃശ്യപ്പെടുത്തുന്നത്. സാമൂഹിക സമത്വം സ്ഥാപിക്കുന്നതിനുള്ള അടിത്തറ പാകുന്നതിനാണ് ഈ സമ്മേളനം ക്രമീകരിച്ചിരിക്കുന്നത്. മഹഡിലെ സമ്മേളനത്തെപ്പറ്റി അംബേദ്കർ പറഞ്ഞതാണ്. അതിനാൽ ഈ സമ്മേളനം അതുല്യവും ചരിത്രപരവുമാണ്. ഇന്ത്യയുടെ മുഴുവൻ ചരിത്രത്തിലും ഈ സംഭവത്തിന് സമാനതകളില്ല എന്നാണ്. ആത്മാഭിമാനത്തിന് വേണ്ടിയുള്ള സമരം, ഞാനിതിനെ ജലവും കണ്ണാടിയും എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നു. 27 ജലത്തിന് വേണ്ടിയുള്ള ഈ സമരം നടന്നത്. ആത്മാഭിമാനത്തിന് വേണ്ടിയുള്ള ജലം. 1927 മറ്റൊരു പ്രതിഷ്ഠ നടക്കുന്നു. ആത്മാഭിമാനത്തിന് വേണ്ടിയുള്ള നാരായണ ഗുരുസ്വാമികളുടെ കണ്ണാടി പ്രതിഷ്ഠ. രണ്ടും ആത്മാഭിമാനത്തെ ഉയർത്തുന്നതിന് വേണ്ടിയുള്ള സമരമായിരുന്നു. ഒന്ന് ജലവും മറ്റൊന്ന് കണ്ണാടിയും ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അംബേദ്കർ പറയുന്നു, ജാതി വ്യവസ്ഥ നിലനിർത്തിക്കൊണ്ട് തന്നെ തൊട്ടുകൂടായ്മ മാത്രം ഉന്മൂലനം ചെയ്താൽ ഇത് നടപ്പാക്കാൻ കഴിയുമെന്ന് ചിലർ പറഞ്ഞേക്കാം. ഗാന്ധിയെ മുൻനിർത്തിയാണ് അംബേദ്കർ ഇങ്ങനെ പറയുന്നത്. ജാതി വ്യവസ്ഥയിൽ അന്തർലീനമായ അസമത്വങ്ങൾ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കാതെ തൊട്ടുകൂടായ്മ മാത്രം ഉന്മൂലനം ചെയ്യുവാനുള്ള ലക്ഷ്യം വളരെ താഴ്ന്ന ഒരു ലക്ഷ്യമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഡോക്ടർ BR അംബേദ്കർ പറയുന്നുണ്ട്. 1956 മുൽക്ക് രാജ് ആനന്ദുമായിട്ടുള്ള സംഭാഷണത്തിൽ ഡോക്ടർ BR അംബേദ്കർ ഒരു പ്രധാനപ്പെട്ട വാചകം ഉദ്ധരിക്കുന്നു. താങ്കൾക്കറിയാമോ, ഹരിജനങ്ങൾക്ക് മഹാത്മാ സർവസ്വമായിരുന്നുവെങ്കിലും ഭഗവത്ഗീത ചൊല്ലിക്കൊടുത്ത വർണ്ണാശ്രമത്തിലുള്ള തൻ്റെ വിശ്വാസങ്ങൾ അദ്ദേഹം വെടിഞ്ഞില്ല. പരബ്രഹ്മമായ ഹരിയുടെ മക്കളെന്ന് അവരെ വിളിക്കുക വഴി താൻ അവരെ ഉയർത്തുകയാണെന്നാണ് അദ്ദേഹം കരുതിയത്. യഥാർത്ഥത്തിൽ അവർ ഏറ്റവും താണപടികളിൽ തന്നെ ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത് എന്ന് ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഗാന്ധിയുടെ ജാതി ന്യായീകരണങ്ങൾക്കെതിരായി 21-ാം നൂറ്റാണ്ടിൽ അംബേദ്കറൈറ്റുകൾ രംഗത്ത് വന്നുവെന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് ഗാന്ധി വിമർശനത്തെ ദൈവനിന്ദ പോലെ മഹാകുറ്റമായി അവതരിപ്പിക്കുകയാണ് സമന്വയവാദികൾ ചെയ്യുന്നത്. സമന്വയമെന്ന് വാദിക്കാറുണ്ടെങ്കിലും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ 360 ഡിഗ്രിയും ഗാന്ധിയിലേക്ക് ചരിഞ്ഞാണ് ഇവരുടെ വാദഗതികൾ നിലനിൽക്കുന്നത്. അംബേദ്കറുടെ പാണ്ഡിത്യത്തെ അംഗീകരിക്കുമ്പോഴും ദളിതൻ എന്ന നിലയ്ക്ക് എഴുത്തുകാരൻ അനുഭവിച്ച ജാതി വിവേചനത്തിൻ്റെ അനുഭവങ്ങളാണ് അംബേദ്കറുടെ അനിഹിലേഷൻ ഓഫ് കാസ്റ്റിൻ്റെ രചനയിൽ നിർണായകമായതെന്ന വാദമാണ് രാമചന്ദ്ര ഗുഹ മുന്നോട്ട് വെക്കുന്നത്. ഗാന്ധിയെപ്പറ്റി പറയുമ്പോൾ എന്ത് പറയത്തില്ല? അദ്ദേഹം വൈശ്യനാണെന്ന് പറയത്തില്ല.
പക്ഷേ അംബേദ്കറെ പറ്റി പറയുമ്പോൾ എന്ത് പറയും? അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം ചർച്ചയിലില്ല, അദ്ദേഹത്തിൻ്റെ ഡിഗ്രികൾ ചർച്ചയില്ല, അദ്ദേഹം ആർജിച്ച വിജ്ഞാനം ചരിത്രത്തിലില്ല. അദ്ദേഹം കേവലം ആരായി മാറും? ഒരു ദളിതൻ മാത്രമായി മാറും. ഗാന്ധിയെ പറ്റി പറയുമ്പോൾ എന്ത് ചർച്ചയും വരുത്തില്ല? അദ്ദേഹം വൈശ്യനാണെന്നുള്ളത് ചർച്ചയെ വരുത്തില്ല, അദ്ദേഹത്തിൻ്റെ സോഷ്യൽ ലൊക്കേഷൻ അടയാളപ്പെടുത്തില്ല, ഒന്നും അടയാളപ്പെടുത്തില്ല. അദ്ദേഹം ഒരു വിമോചനാത്മക ബിംബം പോലെ ഇങ്ങനെ നമ്മുടെ മുമ്പിൽ വന്നിരിക്കും. പക്ഷെ അംബേദ്കറെ പറ്റി അംബേദ്കർ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എഴുതിയത് തൻ്റെ ജാതിയുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് എന്ന അനുഭവവാദമാണ് രാമചന്ദ്ര ഗുഹ മുന്നോട്ട് വെക്കുന്നത്. നിങ്ങളിതിൽ മറ്റൊരു അപകടം തിരിച്ചറിയേണ്ടതുണ്ട്. ഏറ്റവും വലിയ അപകടം ഈ രാമചന്ദ്ര ഗുഹയെ പോലെയുള്ള ആളുകൾ എടുത്ത നിലപാടുകളിലെ അപകടം കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് എത്രമാത്രം പിന്തിരിപ്പനായ കാര്യമാണ് രാമചന്ദ്ര ഗുഹ മുന്നോട്ട് വെച്ചത്. ഞാനൊന്ന് വായിക്കാം. മാതൃഭൂമി ആഴ്ച പതിപ്പ് 2024 ജനുവരി 14 പ്രസിദ്ധീകരിച്ച മാതൃഭൂമി ആഴ്ച പതിപ്പിൽ രാമചന്ദ്ര ഗുഹ എഴുതിയ ഒരു വാക്കുകൾ ഇവിടെ ഉദ്ധരിക്കാം. ബാബറി മസ്ജിദിനെ പറ്റിയാണ് ആ വാചകം. ഗുഹ പറയുകയാണ്, പേര് സൂചിപ്പിക്കുന്നത് പോലെ ബാബരി മസ്ജിദ് എന്നത് മതപരവും സൈനികവുമായ പിടിച്ചടക്കലിൻ്റെ പ്രതീകമാണ്. ഇത് പറയുന്നത് ഇവിടുത്തെ സംഘികളല്ല കേട്ടോ, ചരിത്രകാരനായ രാമചന്ദ്ര ഗുഹയാണ് പറയുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ബാബറി മസ്ജിദ് ഒരു പിടിച്ചടക്കലിൻ്റെ പ്രതീകമാണ്. പക്ഷേ അവിടെ ഉയരുന്ന പുതിയ ക്ഷേത്രവും മതമേധാവിത്വത്തിൻ്റെ പ്രതീകം തന്നെ അല്ലേ? വളരെ ശരി. അത് കേട്ട് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കുമോ അദ്ദേഹം പുതിയ ക്ഷേത്രത്തെയും വിമർശിച്ചു. സംഗതി അവിടെ അവസാനിക്കുന്നില്ല. അവിടെ ഒരു ക്ഷേത്രം ഉണ്ടാക്കണമെങ്കിൽ തന്നെ ഇത്ര ബൃഹത്തായ രീതിയിൽ വേണ്ടിയിരുന്നില്ല. ക്ഷേത്രം വേണമെന്നുള്ള കാര്യത്തിൽ പുള്ളിക്കാരനും തർക്കമില്ല. ഇവിടെ രാമചന്ദ്ര ഗുഹ ഹിന്ദുത്വാഖ്യാനങ്ങളെ സാധൂകരിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് വ്യക്തമാണ്. ബാബറി മസ്ജിദ് നിർമ്മിച്ചത് ക്ഷേത്രത്തിന് മുകളിലാണെന്ന ആഖ്യാനത്തെയാണ് ചരിത്ര പണ്ഡിതൻ എന്ന് കരുതപ്പെടുന്ന രാമചന്ദ്ര ഗുഹ അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ബാക്കി വാക്കുകളും കൂടെ ഉദ്ധരിക്കാം. ബാബറി മസ്ജിദ് എന്നത് മതപരവും സൈനികവുമായ പിടിച്ചടക്കലിൻ്റെ പ്രതീകമാണ് എന്നതിലൂടെ ഗുഹ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ബാബരി മസ്ജിദ് തകർത്തവിടെ ക്ഷേത്രം നിർമ്മിക്കുന്നത് അനീതിയാണെന്ന് പറയാനുള്ള അദ്ദേഹത്തിൻ്റെ ആർജവമില്ലായ്മയാണ്. അങ്ങനെ പറയുന്നതില്ല എന്നത് പോട്ടെ, അവിടെ ബൃഹത്തായ ക്ഷേത്രം വേണ്ടിയിരുന്നില്ല എന്ന അഭിപ്രായമാണ് ഗുഹ മുന്നോട്ട് വെക്കുന്നത്. മതേതര ചരിത്രകാരന്മാരെന്ന് ആഘോഷിക്കപ്പെടുന്ന ഗുഹാപ്രകൃതികളുടെ സ്ഥിതി ഇതാണെങ്കിൽ മറ്റുള്ളവരെ പറ്റി എന്തു പറയാൻ? ഇതേ നിലപാടാണ് ഗുഹ ഈ സമന്വയവാദത്തിലും സ്വീകരിച്ചിട്ടുള്ളത്. ഗാന്ധിയെ അദ്ദേഹം ജനിച്ച സവർണ പശ്ചാത്തലത്തിൽ നിന്ന് മുക്തമാക്കി പൊതുഗാന്ധിയാക്കി അവതരിപ്പിക്കുന്ന ഗുഹ പാണ്ഡിത്യത്തിന് ഉപരിയായി അംബേദ്കറെ ദളിതനായി സ്ഥാനപ്പെടുത്തുന്നു. നിങ്ങളിപ്പോഴും ശ്രദ്ധിച്ചാൽ മതി, ഇതിപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞിട്ടില്ല. ഡോക്ടർ എം കുഞ്ഞാമൻ മരിച്ചപ്പോൾ എന്താണ്? അദ്ദേഹം ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. പക്ഷെ വളരെ പെട്ടെന്ന് ജാതി തോണ്ടിയെടുത്തിട്ട് ദളിത് ചിന്തകനായ കുഞ്ഞാമൻ അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തിനല്ല പ്രാമുഖ്യം, അദ്ദേഹം എവിടെ ജനിച്ചു എന്നുള്ളതാണ്. ചരിത്രപരമായി തീർച്ചയായും ആ ദളിത് ഐഡൻറ്റിറ്റിക്ക് തീർച്ചയായും പരമപ്രാധാന്യമുണ്ട്. സൈദ്ധാന്തികമായി ചരിത്രപരമായി അതിന് വളരെയധികം സാധൂകരണമുണ്ട്, ചരിത്രപരമായി പ്രാധാന്യമുണ്ട്. പക്ഷെ അതിരിക്കെ തന്നെ ഈ ജാതി കുഴിച്ചെടുക്കുന്നതിലുള്ള ഈ സവർണ ചരിത്രകാരന്മാരുടെ സവിശേഷമായ താല്പര്യം തുറന്നു കാട്ടപ്പെടേണ്ടത് തന്നെയാണ്. ദളിതനാണെന്നത് സത്യമായിരിക്കുമ്പോഴും അനിഹിലേഷൻ ഓഫ് കാസ്റ്റിൻ്റെ രചനാ പ്രേരണ ഇന്ത്യയെ ജനാധിപത്യവൽക്കരിക്കുക എന്നാണ്. എന്നാൽ തൻ്റെ ദളിതനുഭവങ്ങളാണ് അംബേദ്കറുടെ പാണ്ഡിത്യത്തെ നിർണയിച്ചത് എന്ന് വാദിക്കുന്ന ഗുഹയുടെ ചരിത്ര വീക്ഷണം അംബേദ്കറോട് നീതി പുലർത്തുന്നില്ല. 360 ഡിഗ്രി ഗാന്ധിയിലേക്ക് ചരിഞ്ഞു തന്നെ നിൽക്കുന്നു. ഇന്ത്യൻ സാമൂഹ്യ അസമത്വത്തെ സംബന്ധിച്ച മൂർത്തമായ വിശകലനങ്ങൾ മാർക്സിസ്റ്റ് സാമൂഹിക വിശകലനത്തെക്കാൾ അഗാധമാണെന്നും ഗാന്ധിയൻ പരിഷ്കരണവാദത്തെക്കാൾ ഇന്ത്യൻ സമൂഹത്തിൻ്റെ പരിഷ്കരണമാണ് അംബേദ്കറുടെ ലക്ഷ്യമെന്നും പ്രൊഫസർ സെയ്ദ് സയീദി അദ്ദേഹത്തിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് വി ആർ അംബേദ്കേഴ്സ് അനിഹിലേഷൻ ഓഫ് കാസ്റ്റിൽ നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ സെയ്ദ് പറയുന്നത് ഇന്ത്യൻ സമൂഹത്തെ ആഴത്തിൽ നിരീക്ഷിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രവും ചരിത്രപരമായൊരു വീക്ഷണം ഉണ്ടായിരുന്നത് ഗാന്ധിസത്തെക്കാളിലും മാർക്സിസത്തെക്കാളിലും അഗാധമായി ഉണ്ടത്
അംബേദ്കറിൻ്റെ ചിന്താ പദ്ധതികൾക്കാണെന്ന് പ്രൊഫസർ സെയ്ദ് നിരീക്ഷിക്കുന്നു. സർവോപരി ഗാന്ധിയുടെ ലോകവീക്ഷണത്തോടുള്ള വിമർശനം 21-ാം നൂറ്റാണ്ടിൽ ആരംഭിക്കുന്ന ഒന്നല്ലെന്നാണ് സഹോദരൻ അയ്യപ്പൻ്റെയും ഇ മാധവൻ്റെയും വിമർശനങ്ങൾ തെളിയിക്കുന്നത്. അധകൃതരുടെ നാനാപ്രകാരേണയുള്ള പുരോഗമന മാർഗങ്ങൾക്കും ഗാന്ധി ഒരു പ്രകാരത്തിൽ പ്രതിസന്ധിയായിട്ടാണ് തീർന്നിരിക്കുന്നത്. സഹോദരൻ അയ്യപ്പൻ്റെ വാക്കുകളാണ്. അവരുടെ പ്രത്യേകമായ പ്രാന്ത്യ അവകാശങ്ങൾക്കും മറ്റും എതിരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നില താഴ്ത്തപ്പെട്ട സമുദായങ്ങൾക്ക് വളരെ വളരെ ഉപദ്രവം ചെയ്യുന്നുണ്ട്. അധകൃതന് ഉപദ്രവമെന്നല്ല, നാശഹേതുകവുമായ സമുദായ ശാസ്ത്രത്തിലും മതത്തിലും സാമ്പത്തിക ഘടനയിലുമാണ് അദ്ദേഹത്തിൻ്റെ അടിയുറച്ച വിശ്വാസമെന്ന് 1934 സ്വതന്ത്ര സമുദായത്തിൽ ഇ മാധവൻ എഴുതുന്നുണ്ട്. അപ്പം ഗാന്ധിയോട് വിയോജിപ്പുണ്ടായിരുന്നത് ദളിത് ബുദ്ധിജീവികൾക്ക് മാത്രമല്ല, കേരളത്തിലെ പ്രബുദ്ധരായ ഈഴവ ബുദ്ധിജീവികളും ഗാന്ധിയുടെ ഈ വാദത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. സഹോദരൻ അയ്യപ്പൻ, ഇ മാധവൻ, നാരായണ ഗുരു ഉൾപ്പെടെയുള്ളവരെല്ലാം ഗാന്ധിയുടെ സത്യാഗ്രഹ സങ്കല്പത്തോടും ഗാന്ധിയുടെ ചാതുർവർണ്ണയ ലോകവീക്ഷണത്തോടും ബ്രാഹ്മണ്യ ആശ്രയമായ ലോക സാധൂകരണ യുക്തിയോടും ഒക്കെ തന്നെ നാരായണ ഗുരുവും സഹോദരൻ അയ്യപ്പനും ഇ മാധവനും ഒക്കെ തന്നെ എതിരായിട്ട് നിൽക്കുന്ന ഒരു ചരിത്രപരമായ സാഹചര്യം കേരളത്തിലുണ്ടായിരുന്നു. ഇ മാധവൻ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട്. സ്വയം ഹരിജനായിരിക്കുന്നു എന്ന് പറയുന്ന ഗാന്ധി എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ താമസത്തിന് ബാങ്കർമാരെയും മില്ലുടമസ്ഥന്മാരെയും മറ്റു സവർണ മേധാവികളെയും തിരഞ്ഞു പോകുന്നത്? വർണ്ണാശ്രമധർമ്മം പാലിക്കണമെന്ന നിർബന്ധക്കാരനായ മിസ്റ്റർ ഗാന്ധിയെ അദ്ദേഹത്തിൻ്റെ ഹരിജനങ്ങൾ വളരെ ഭയപ്പെടേണ്ടതാണ് എന്ന് നിശിതമായി സഹോദരൻ അയ്യപ്പൻ എഴുതി. ഗാന്ധിസം കൊണ്ട് രാഷ്ട്രത്തിന് ജയമില്ല എന്ന എം.എൻ. റോയുടെ ലേഖനം 1940 ഏപ്രിൽ 27 സഹോദരൻ പത്രത്തിൽ അയ്യപ്പൻ പ്രസിദ്ധീകരിച്ചു. ഗാന്ധിസം അക്രമരഹിതമായ ഫാസിസം എന്ന ലേഖനവും സഹോദരൻ പ്രസിദ്ധീകരിച്ചു. അതിൻ്റെ ടൈറ്റിൽ ശ്രദ്ധിക്കുക, ഗാന്ധിസം അക്രമരഹിതമായ ഫാസിസം. ഗാന്ധിയായി ഉയർന്നാലും ബ്രാഹ്മണനല്ലാതുള്ള ഹിന്ദുവിൻ കിഴിവൊരു കാലവും പോവില്ലഹോ എന്ന ഗാന്ധി സന്ദേശം എന്ന കവിതയിൽ കന്യാകുമാരി ക്ഷേത്രത്തിൽ ഗാന്ധിയെ പ്രവേശിപ്പിക്കാതിരുന്ന സന്ദർഭത്തിൽ അയ്യപ്പൻ എഴുതി, നിങ്ങളുടെ കൃഷ്ണൻ ഒരു പരമ്പര കൊലയാളിയല്ലായിരുന്നു. യുവർ ശ്രീകൃഷ്ണ വാസ് എ റെഗുലർ മർഡറർ എന്ന് സഹോദരൻ ഗാന്ധിയുടെ മുഖത്ത് നോക്കി ചോദിച്ചു. ഇപ്പം പുരോഗമന ബുദ്ധിജീവികൾ എന്താണ് പറയുന്നത്? കൃഷ്ണൻ ഒരു സബ്വേഴ്സീവ് പൊട്ടൻഷ്യലുള്ള ദൈവമാണ്. വളരെ ചിരിച്ച് വായിൽ നിന്നിങ്ങനെ വെണ്ണ പതയുന്ന ലാവണ്യ മുഖഭാവത്തോടുകൂടി പറയുകയാണ്, കൃഷ്ണൻ ഒരു സബ്വേഴ്സീവ് പൊട്ടൻഷ്യലുള്ള ദൈവമാണ്, ഇങ്ങനെയാണ് പറയുന്നത്. പക്ഷേ മുഖത്ത് നോക്കി സഹോദരൻ ചോദിച്ചു, യുവർ ശ്രീകൃഷ്ണ വാസ് എ റെഗുലർ മർഡറർ, നിങ്ങളുടെ കൃഷ്ണൻ ഒരു പരമ്പര കൊലയാളിയല്ലായിരുന്നോ എന്ന്. അതിനുശേഷം സഹോദരൻ അയ്യപ്പനെ പോലെ ആ ചോദ്യം ഉന്നയിക്കാൻ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ചരിത്രപരമായ യാഥാർത്ഥ്യം. ഗാന്ധിയുടെ ജാതിയെ സംബന്ധിച്ച ബോധ്യങ്ങൾക്ക് 30കളിൽ മാറ്റം വന്നിരുന്നുവെങ്കിൽ ഇ മാധവൻ അതികർക്കശമായി ഗാന്ധിയെ വിമർശിക്കില്ലായിരുന്നു. മാറ്റം വന്നില്ല എന്ന് ഇതിന് ധാരാളം തെളിവുകൾ ഞാൻ ഉദ്ധരിച്ചു കഴിഞ്ഞു. സഹോദരൻ്റെ ഗാന്ധി വിമർശനങ്ങളും ഇതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗാന്ധി വിമർശനം 21-ാം നൂറ്റാണ്ടിൽ അംബേദ്കറൈറ്റുകൾ എന്ന് പറയുന്ന ദളിതുകൾ ആരംഭിക്കുന്ന ഒന്നല്ലെന്നും 20-ാം നൂറ്റാണ്ടിൽ തന്നെ ഇ മാധവനും സഹോദരനും ഗാന്ധി വിമർശനം നിർവഹിച്ചിരുന്നു എന്നും സ്പഷ്ടമാകുന്നു. ഇതിൽ നിന്ന് വ്യക്തമാണല്ലോ ഈ അംബേദ്കർ ഗാന്ധി സമന്വയവാദികൾക്ക് സഹോദരനെ എന്താണ് കണ്ടുകൂടാത്തതെന്ന് വ്യക്തമാണ്. ആശാനെ വിജയിച്ച കവിയായിട്ടും സഹോദരനെ പരാജയപ്പെട്ട ആളായിട്ടും ഈ സമന്വയവാദികൾ കാണുന്നത് എന്തുകൊണ്ടാണ്? കാരണം നിശിതമായ വിമർശനമാണ് ഗാന്ധിയുടെ വർണ്ണാശ്രമത്തിനെതിരായി അയ്യപ്പൻ അഴിച്ചുവിട്ടത്. അതുകൊണ്ടാണ്. ഇതാവട്ടെ ശ്രദ്ധിക്കണം, ഇതാവട്ടെ ഗാന്ധിയോടുള്ള വ്യക്തിപരമായ വിരോധത്തിൽ നിന്ന് ഉടലെടുത്ത ഒന്നല്ലെന്നും ഗാന്ധിയൻ ലോകവീക്ഷണത്തോടുള്ള വിമർശനങ്ങളായിരുന്നു അവയെല്ലാമെന്നും സത്യസന്ധമായി നിരീക്ഷിക്കുമ്പോൾ ബോധ്യപ്പെടും. ഇനി 2 ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കാം. അത് അംബേദ്കറുടെ ഗാന്ധി വിമർശനമാണ്. 35കൾ കഴിയുമ്പോൾ ഗാന്ധിയുടെ ജാതിയെ സംബന്ധിച്ച വീക്ഷണം മാറിമറിഞ്ഞു എന്നും ജാതി പോകണമെന്ന് ഗാന്ധി ആത്മാർത്ഥമായി പ്രസ്താവിച്ചു എന്നും വാദിക്കപ്പെടുന്നുണ്ട്. എന്നാൽ 1942 ജൂലൈ 15 നാഗ്പൂരിൽ നടന്ന അഖിലേന്ത്യാ അധകൃത സമ്മേളനത്തിൽ അംബേദ്കർ ഇങ്ങനെ സുചിന്തിതമായി പ്രസ്താവിച്ചു, ഗാന്ധിയും ഗാന്ധിസവുമാണ് നമ്മുടെ അവസ്ഥയെ ദുർബലപ്പെടുത്തുന്ന ഒരു മാരകമായ ഘടകം.
എന്നാൽ ഞാനിപ്പോൾ നൽകുന്ന മുന്നറിയിപ്പ് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ശക്തി ചോർത്തിക്കളയുകയും രാഷ്ട്രീയമായ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നിങ്ങളുടെ യുദ്ധത്തിൽ എവിടെ നിങ്ങൾ ഏകാഗ്രത ചെലുത്തണമോ അവിടെ നിങ്ങൾക്കെതിരായി വർത്തിക്കുകയും ചെയ്യുന്ന ഏറ്റവും അദമ്യമായ ശക്തി മിസ്റ്റർ ഗാന്ധിയാണ്. 1942 അംബേദ്കർ പറഞ്ഞതാണ്. ഗാന്ധി മാറിയായിരുന്നെങ്കിൽ അംബേദ്കർ 42 ഇത് പറയുമോ? എന്താ, ഗാന്ധിയെപ്പറ്റി അജ്ഞനാണോ അംബേദ്കർ? തീർച്ചയായും അല്ല. 1950 ഡോക്ടർ ബി ആർ അംബേദ്കർ മുൽക്ക് രാജ് ആനന്ദിനോട് പറഞ്ഞതും ഞാൻ മുമ്പ് ഉദ്ധരിച്ചു. ഇപ്പം വർണ്ണാശ്രമത്തിനെതിരായി പ്രവർത്തിക്കുന്ന അംബേദ്കറുടെ പക്ഷത്ത് നിൽക്കാൻ തനിക്ക് കഴിയില്ലെന്നാണ് ഗാന്ധി പറഞ്ഞത്. വർണ്ണാശ്രമത്തിനെതിരായി നിൽക്കുന്ന അംബേദ്കറുടെ കൂടെ നിൽക്കാൻ എനിക്ക് കഴിയില്ലെന്നാണ് ആര് പ്രസ്താവിച്ചത്? ഗാന്ധി സുചിന്തിതമായി പ്രസ്താവിച്ചത്. ഇങ്ങനെ ഗാന്ധി അംബേദ്കറും വളരെ വ്യക്തമായ നിലപാടുകൾ പ്രഖ്യാപിച്ചിരിക്കെ അവരെ യോജിപ്പിക്കാൻ ശ്രമിക്കുന്നത് എത്രമാത്രം നിരർത്ഥകമാണെന്ന് ആലോചിച്ച് നോക്കൂ. 1955 BBC അഭിമുഖത്തിൽ അംബേദ്കർ സുചിന്തിതമായി പ്രകാരം പ്രസ്താവിച്ചു. അംബേദ്കർ പറയുകയാണ് അദ്ദേഹം, അതായത് ഗാന്ധി, ഒരിക്കലും മഹാത്മാവായിരുന്നില്ല. നിങ്ങൾക്കറിയാമോ, അദ്ദേഹത്തെ മഹാത്മാ എന്ന് വിളിക്കാൻ ഞാൻ വിസമ്മതിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ അദ്ദേഹത്തെ മഹാത്മാ എന്ന് വിളിച്ചിട്ടില്ല. അദ്ദേഹം ആ പദവി അർഹിക്കുന്നില്ല, ധാർമ്മികതയുടെ കാഴ്ചപ്പാടിൽ നിന്ന് പോലും. ഇതേ അഭിമുഖത്തിൽ അംബേദ്കർ പറയുകയാണ് അദ്ദേഹം പൂർണ്ണമായും ഒരു യാഥാസ്ഥിതിക ഹിന്ദു ആയിരുന്നു. അപ്പം 47-ലും 48-ലും ഒക്കെ മാറിയിരുന്നെങ്കിൽ 55-ൽ ഗാന്ധിയെപ്പറ്റി അംബേദ്കർ ഇങ്ങനെ പറയുമോ? തീർച്ചയായും ഇല്ല എന്നുള്ളതാണ് ചരിത്ര യാഥാർത്ഥ്യം. ഈ വീക്ഷണത്തിൻ്റെ അടിസ്ഥാനം ചരിത്രപരമാണ്, വൈകാരികമല്ല. പല പണ്ഡിതരും അംബേദ്കറുടെ വൈകാരിക പ്രതികരണമായാണ് ഇതിനെ പരിഗണിച്ചത്. എന്നാൽ ഗാന്ധിയൻ ലോകവീക്ഷണത്തോടുള്ള സാമൂഹ്യശാസ്ത്രപരമായ വിശകലനമാണ് അംബേദ്കറുടെ വാദഗതികളുടെ അടിസ്ഥാനമെന്ന് ദർശിക്കാം. ജാതി വ്യവസ്ഥയ്ക്കെതിരായ യുദ്ധത്തിൽ തങ്ങളോടൊപ്പം നിൽക്കുകയാണെങ്കിൽ ഗാന്ധി തങ്ങൾക്ക് ദൈവതുല്യനായിരിക്കുമെന്ന് ദലിതരുടെ പ്രത്യേക സംവരണാവകാശത്തിനെതിരായ ഗാന്ധിയുടെ നിരാഹാര സത്യാഗ്രഹ സന്ദർഭത്തിൽ അംബേദ്കർ ഗാന്ധിയോട് സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗാന്ധി വിമർശനത്തിൻ്റെ ആധാരം ചരിത്രപരവും സാമൂഹ്യശാസ്ത്രപരവുമായ നീതിയെ സംബന്ധിച്ചാണ്. ഗാന്ധി 1936-ൽ മാറിയിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് അംബേദ്കറുടെ ജാതി ഉന്മൂലനത്തിനെതിരെ ഗാന്ധി രംഗത്ത് വന്നത് എന്ന ചോദ്യം ഉന്നയിക്കേണ്ടി വരും. 1937-ൽ ശിവഗിരിയിലെ പ്രഭാഷണത്തിലും ഗാന്ധി തൻ്റെ പഴയ വർണ്ണജാതി ബോധ്യങ്ങൾ ഉപേക്ഷിച്ചില്ല. ഗാന്ധി ജാതിയെ സംബന്ധിച്ച് പുരോഗമന ബോധ്യങ്ങൾ ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ 1942-ലും 55-ലും അംബേദ്കർ ഗാന്ധിയുടെ വീക്ഷണങ്ങൾക്കെതിരെ പ്രതികരിക്കുമായിരുന്നില്ല എന്ന് കരുതാൻ ചരിത്രപരമായ ന്യായങ്ങളുണ്ട്. ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ജാതിയെ സംബന്ധിച്ച മൂല്യബോധങ്ങളിൽ ചരിത്രപരമായ പരിവർത്തനം ഗാന്ധിയിൽ സംജാതമായില്ല എന്നത് തന്നെയാണ്. ഇത് ഗാന്ധിയുടെ വ്യക്തിപരമായ അപജയമായി വിലയിരുത്തുന്നത് പൂർണ്ണമായും ശരിയായിരിക്കുകയില്ല. അത്തരം ഒരു വാദമല്ല മുന്നോട്ട് വെക്കുന്നത്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെയും ഇന്ത്യൻ സമൂഹത്തെയും ബാധിച്ച സമഗ്രമായ ബ്രാഹ്മണ്യബാധയിൽ നിന്നും ഗാന്ധിക്കും കുതറിമാറാൻ കഴിഞ്ഞില്ല എന്നതാണ് ചരിത്ര യാഥാർത്ഥ്യം. പക്ഷേ ഇതൊന്നും തന്നെ ജനലക്ഷങ്ങളെ അണിനിരത്തി ഗാന്ധി നടത്തിയ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൻ്റെ ശോഭ കെടുത്തുന്നില്ല എന്നതും കാണേണ്ടതുണ്ട്. ഞാൻ ഉപസംഹരിക്കുകയാണ്. ഇതിപ്പോൾ പറയാമോ എന്നതാണ് എല്ലാവരും ഉന്നയിക്കുന്ന ചോദ്യം. ഇതിപ്പോൾ പറയാമോ? രാജ്യം ഭീകരമായ രീതിയിൽ ഹിന്ദുത്വത്താൽ ഭീകരമായ വിഴുങ്ങലിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിങ്ങളിങ്ങനെ ഗാന്ധിയെ കുറ്റം പറയേണ്ട ആവശ്യമുണ്ടോ? വിമർശിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. ഗാന്ധിക്കെതിരായി ഇത്തരമൊരു വിമർശനം ഉന്നയിക്കേണ്ട കാലം ഇതല്ലെന്നും ഹിംസാത്മകമായി ഹിന്ദുത്വം പിടിമുറുക്കുമ്പോൾ സംവാദ സാധ്യതകൾ തുറന്നിടുകയാണ് വേണ്ടതെന്നും ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ ഗാന്ധിയൻ ലോകവീക്ഷണത്തിൻ്റെ പരിമിതികളെയും അതിൽ അന്തർലീനമായ ബ്രാഹ്മണ്യ മൂല്യബോധങ്ങളെയും വിമർശനപരമായി പരിശോധിച്ചുകൊണ്ട് മാത്രമേ ഗാന്ധിയോട് തന്നെയും ചരിത്രപരമായ നീതി പുലർത്താൻ കഴിയൂ. വർണ്ണാശ്രമവാദിയായ ഗാന്ധിയെ വിമർശിച്ചും സ്വാതന്ത്ര്യ സമര നായകനായ ഗാന്ധിയെ വീണ്ടെടുത്തുമാണ് സമകാലിക പ്രതിസന്ധികളെ സത്യസന്ധമായി നേരിടേണ്ടത്. ചരിത്രത്തിലെ വ്യത്യസ്ത അഭിസന്ധികളുടെ സൃഷ്ടികളാണ് അംബേദ്കറും ഗാന്ധിയും. ഇരുവരുടെയും ലോകവീക്ഷണം തന്നെ പല നിലകളിൽ പ്രകാശവർഷം അകലങ്ങളിലാണ് നിലകൊള്ളുന്നത്. അതിനാൽ തന്നെ അംബേദ്കറെയും ഗാന്ധിയെയും സമന്വയിപ്പിച്ച് വർത്തമാന പ്രതിസന്ധികൾ നേരിടാമെന്ന ധാരണ അവരുടെ ചരിത്രപരമായ ലോകവീക്ഷണത്തെ ലളിതവൽക്കരിക്കുന്നതിൽ നിന്നും ഉടലെടുക്കുന്നതാണ്.
ഗാന്ധിയെയും അംബേദ്കറെയും സംയോജിപ്പിക്കുന്ന സൈദ്ധാന്തിക സംവാദങ്ങൾ വിഫലമായ സൈദ്ധാന്തിക പരിശ്രമം മാത്രമാണെന്ന് ആകാശ് സിംഗ് റാത്തോറിൻ്റെ നിരീക്ഷണവും ഇവിടെ പ്രസക്തമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യാ ചരിത്രത്തിലെ മഹാന്മാരായ രണ്ട് പ്രകാശ സ്തംഭങ്ങളിൽ നിന്നും നമ്മുടെ കാലത്തിലെ പ്രതിസന്ധികളെ നേരിടാനുള്ള ഊർജം സ്വീകരിക്കുന്നതിനൊപ്പം തന്നെ വിഫലമായ സൈദ്ധാന്തിക ഫലാനന്ദത്തിനു വേണ്ടി ജീവിതകാലത്ത് അവർ തന്നെ ഉച്ചൈസ്ഥൈര്യം ഉദ്ഘോഷിച്ച ലോകവീക്ഷണങ്ങളെ പരസ്പരം തുന്നിച്ചേർക്കാൻ ശ്രമിക്കുന്നത് അംബേദ്കറോടും ഗാന്ധിയോടുമുള്ള തികഞ്ഞ അനീതിയാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.